ഖുറാനിലെ ഉദ്ധരണികൾ പേര് പറഞ്ഞ് നമ്പറിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ ഉദ്ധരണി അലിദസ്തി അടക്കമുള്ള ആളുകൾ ഉദ്ധരിച്ചിട്ടുള്ളത്. 41:10 പറയുന്നത് അതിൻ്റെ മീതെ പർവ്വതങ്ങൾ ഉറപ്പിച്ചു, ആഹാര വസ്തുക്കൾ 41:9 പറയുന്നത് ഭൂമി 2 ദിനം കൊണ്ട് സൃഷ്ടിച്ചു, ഭൂമിയുടെ കാര്യം മാത്രം. പിന്നെ 41:11 ആകാശം ധൂമമായിരുന്നു, ആകാശത്തോടും ഭൂമിയോടും പറഞ്ഞു വരിക, അപ്പോൾ അവർ വന്നു. അപ്പോൾ അതിൽ ആകാശത്തിൻ്റെ പ്രശ്നം കൂടി അതിൽ ഉൾപ്പെടുത്തി, ഭൂമി മാത്രമല്ല, അത് രണ്ടും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പിന്നെ പറയുന്നത്. അതിനും ഇതേമാതിരി തന്നെ വാനങ്ങളായി ശരിപ്പെടുത്തി അവസാനം 7 ആകാശങ്ങൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അതിന് 2 ദിവസം പിടിക്കുന്നു. അതിൻ്റെ മീതെ പർവ്വതങ്ങൾ ഉറപ്പിച്ചു, ആഹാര വസ്തുക്കൾ വ്യവസ്ഥപ്പെടുത്തി, അതിനാണ് 4 ദിവസം എടുക്കുന്നത്. അപ്പോൾ ഈ 4-2-2 എന്നത് ഉള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ ഖുറാനിക ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ 4ഉം 2ഉം 6 + 2 8 എന്ന ആശയം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇദ്ദേഹം പറഞ്ഞതുപോലെ അതിൻ്റെ വിശദാംശങ്ങളിൽ ഈ പറഞ്ഞ ഒരു ഘട്ടവും മറ്റൊരു ഘട്ടവും തമ്മിൽ കൂടിക്കലരുന്നുണ്ട് വാദിച്ചിട്ടില്ലെങ്കിൽ ഇതിനുത്തരം പറയുക വിഷമമാണ്. അത് കൂടിക്കലരുന്നുണ്ടോ എന്നത് ഖുറാനിലെ ഈ സാമാന്യ പ്രസ്താവനകൾ വെച്ച് ഉത്തരം പറയാൻ കഴിയില്ല. കാരണം ഇതൊക്കെ വെറും ഈ വസ്തുക്കളെക്കുറിച്ചുള്ള വെറും സാമാന്യ വാചകങ്ങൾ മാത്രമേ ഉള്ളൂ, സൂക്ഷ്മാംശത്തിൽ അത് പറഞ്ഞിട്ടില്ല. പിന്നെ ഇതോടൊപ്പം തന്നെ വേറൊരു കാര്യമുള്ളത്, പിന്നെ 6 ദിവസങ്ങളാണെന്നുള്ളത് 10-12 സ്ഥലത്ത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രപഞ്ച സൃഷ്ടിക്ക് 6 ദിവസം എടുത്തു. പക്ഷെ 6 ദിവസത്തിൻ്റെ കാലത്തെക്കുറിച്ച് 2 തർക്കം ഖുറാനിൽ ഞാൻ തന്നെ CN മുഹമ്മദ് കൃതി വായിച്ച ആദ്യ ഘട്ടത്തിൽ തന്നെ എനിക്ക് തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞ 2 കാര്യമാണ്. ഒരു ഡേ 1000 വർഷങ്ങളാണ്. 22:47 ഖുറാനിലെ വാചകപ്രകാരം എ ഡേ ഓഫ് അള്ളാ ഈസ് ഈക്വൽ ടു 1000 years ഓഫ് ഹ്യൂമൻസ്, മനുഷ്യൻ്റെ സാധാരണ 1000 വർഷങ്ങൾക്ക് സമാനമാണ്. അതേസമയത്ത് 74 വാക്യത്തിൽ എ ഡേ ഈസ് ഈക്വൽ ടു 50,000 വർഷങ്ങളെന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ ഒരു ഡേ 1000 ആണെന്നും വേറൊരു ഭാഗത്ത് ഒരു ഡേ 50,000 വർഷമാണെന്നും പറയുന്നത് എഴുത്തുകാരൻ ഒന്നല്ലാത്തത് കൊണ്ടാണോ, എഴുതിയ ആളുകൾക്ക് ഈ പ്രശ്നങ്ങളെക്കുറിച്ച് വേണ്ടത്ര അറിയാത്തത് കൊണ്ടാണോ എന്ന് ഞാനിപ്പോൾ ഉറപ്പിച്ച ഉത്തരം പറയണില്ല. അത് ഈ യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ച് ഉത്തരം കണ്ടെത്തേണ്ടതാണ്. ആ വൈരുദ്ധ്യവും ഇതിൻ്റെ കൂടെയുണ്ട്. അഹമ്മദ് മൗലവി ഇതിന് ഉത്തരം പറയുന്ന ഒരു തന്ത്രം ഈ ഡേ എന്നതിന് യൗം അല്ലെങ്കിൽ കാലഘട്ടം എന്ന അർത്ഥത്തിലാക്കി വ്യാഖ്യാനിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ഒരു ദിവസം സാധാരണ ഒരു ദിവസമായിട്ടല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗത്തെ വാദം. എന്നാൽ അത് അങ്ങനെയല്ല, മനുഷ്യൻ്റെ ഡേ തന്നെയാണെന്ന് പറയുന്ന ഒരു പരാമർശം ഖുറാനിൽ തന്നെ ഈ ഉൽപ്പത്തി ഭാഗമായിട്ട് പറയുന്ന സന്ദർഭത്തിലുണ്ട്. ഇനി ഖുറാനിലാണല്ലോ ഹദീസിലാണെന്ന് എനിക്ക് ഉറപ്പില്ല. പിന്നെ ശനിയാഴ്ച ഭൂമി ഉണ്ടാക്കി ഞായറാഴ്ച അത് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശനിയിൽ നിന്ന് ഞായറിലേക്ക് മനുഷ്യൻ്റെ 1000 ദിവസങ്ങൾ വരൂല എന്ന് ഉറപ്പാണ്. ആ അർത്ഥത്തിൽ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഒരു ഡേ തന്നെയാണെന്ന് ആ വാചകം വായിച്ചപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. ഈ വൈരുദ്ധ്യവും കൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇപ്പോൾ ചോദ്യം മാഷതാണ്, അതുകൊണ്ട് തന്നെ ഉത്തരം പറയുമ്പോണല്ലോ. മാഷ ചോദ്യത്തിന് ഉത്തരം പറയാക്കാൻ പറ്റില്ലല്ലോ. കാരണം മാഷ നേരത്തെ ഉദ്ധരിച്ചാണ് ഖുർആനിലെ 22-ാം അധ്യായത്തിലെ 47-ാമത്തെ വചനത്തിലും 70-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനത്തിലും പറയുന്ന വൈരുദ്ധ്യം. ഇത് വളരെ കൃത്യമാണ്. ദിവസം എന്ന പരിശുദ്ധ ഖുർആനിലെ പരാമർശം എന്താണ്? ദിവസം എന്ന ഖുർആനിൽ പല ഘട്ടങ്ങളിൽ യൗം എന്നുള്ള പ്രയോഗം ഖുർആനിൽ പല ഘട്ടങ്ങളിലുണ്ട്. ഖുർആനിൽ നമ്മുടെ ദിവസത്തെക്കുറിച്ച് ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു പീരീഡിനെ കുറിച്ച് ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു നിമിഷത്തെക്കുറിച്ച് ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു നിമിഷത്തെക്കുറിച്ച്. ഇപ്പൊ ലോകാവസാനത്തെക്കുറിച്ച് പറയാ ഖുർആനിലെ യൗമുദ്ദീൻ എന്നാണ്. ലോകാവസാനത്തെ ആ പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ, മാലിക് യൗമുദ്ദീൻ. പ്രതിഫല നാള് എന്ന് പറഞ്ഞാൽ വളരെ ദീർഘമായി നടക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ ലോകാവസാനത്തെ കുറിച്ച് പറയുന്നുണ്ട്, യൗമുൽ ഖിയാമ, പുനരുദ്ധാനത്തിന്റെ ദിവസം. ആ പുനരുദ്ധാനത്തിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ നല്ല ദിവസം, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ദിവസം. ആ ഭൂമിയുടെ ദിവസവുമായി എന്ത് ബന്ധമുണ്ട്? സത്യത്തിൽ പടച്ചതമ്പുരാൻ, പ്രപഞ്ചാതീതനായ പടച്ചതമ്പുരാനെ താരതമ്യപ്പെടുത്തുമ്പോൾ ഹദീസിലെ പരാമർശം ഇൻഷാ അല്ലാഹ് ഹദീസ് ഉദ്ധരിക്കുമ്പോൾ നമുക്ക് പറയാം അതെന്താണ് എന്ന് പരിശോധിക്കേണ്ടതാണ്. ഖുർആനിലെ ഏതായിരുന്നാലും ശനി ഞാറുമില്ല ഈ സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട് ഹദീസിലുണ്ട് എന്ന് പറയുന്ന പരാമർശം ഇൻഷാ അല്ലാഹ് ഹദീസ് ഉദ്ധരിക്കുമ്പോൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഭൂമിയിലെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ദിവസ സങ്കല്പമേ അല്ല പടച്ചതമ്പുരാൻ പറയുമ്പോൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല 22:47 70:4 അഥവാ സൂറത്തുൽ ഹജ്ജിലെ 47-ാമത്തെ വചനത്തിലും അതേപോലെ സൂറത്തുൽ മആരിജിലെ 4-ാമത്തെ വചനത്തിലും പറയുന്നത് രണ്ട് സംഭവങ്ങളാണ്.
രണ്ട് സംഭവങ്ങളാണ്. യൗമുദ്ദീനും യൗമുൽ ഖിയാമയും ഒരേപോലെയാകാത്തത് പോലെ തന്നെ രണ്ട് സംഭവങ്ങളുടെ ഡ്യൂറേഷനും വ്യത്യാസം ഉണ്ടാകും. സ്വാഭാവികല്ലേ? ഡ്യൂറേഷനാണ് ഇവിടെ പറയുന്നത്. ഞാൻ കൃത്യമായിട്ട് പറയാം. അവർ ഖുർആനിലെ വചനങ്ങളുടെ അർത്ഥം പറയാണ്. അവർക്ക് ശിക്ഷ അയക്കാത്തതിനെ കുറിച്ച് ചോദിക്കുന്നു. പടച്ച തമ്പുരാനിങ്കൽ ദിവസം എന്നത്, യൗമ് എന്നത് നിങ്ങൾ കണക്കാക്കുന്ന 1000 കൊല്ലത്തേക്കാൾ 1000 കൊല്ലത്തിന് സമാനമാണ്. ഇതാണ് പരിശുദ്ധ ഖുർആനിലെ വചനം. ശിക്ഷ അയക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അഥവാ പടച്ച തമ്പുരാന്റെ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള, പടച്ച തമ്പുരാൻ ഈ പ്രപഞ്ചത്തിൽ നടത്തുന്ന അതല്ലെങ്കിൽ ഭൂമിയിൽ നടത്തുന്ന അവന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള ഡ്യൂറേഷനാണ് ഇവിടെ പറയുന്നത്. അതേസമയം 70-ാം അധ്യായം സൂറത്തുൽ മആരിജിലെ 4-ാമത്തെ വചനത്തിൽ ഖുർആൻ പറയുന്നത് മരണാനന്തര ജീവിതത്തിൽ മലക്കുകളും ആത്മാവും അവങ്കലേക്ക് കയറിപ്പോകുന്നതിനെ കുറിച്ചാണ്. മലക്കുകളും ആത്മാവും അവങ്കലേക്ക് കയറിപ്പോകുന്ന ഒരു യൗമിനെ കുറിച്ചാണ്, ദിവസത്തെ കുറിച്ചാണ്. ആ ദിവസത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ 50,000 സന എന്ന് പറയുന്നുണ്ട്. അഥവാ നിങ്ങൾ ഗണിക്കുന്ന 50,000 കൊല്ലത്തിന് സമാനമായൊരു ദിവസം, ഒരു ഘട്ടം, ഒരു ദിവസം. അഥവാ മലക്കുകളും ആത്മാവും പടച്ച തമ്പുരാനിലേക്ക് കയറിപ്പോവുക എന്ന പരലോകവുമായി അന്ത്യനാളുമായി ബന്ധപ്പെട്ടുള്ള ആ സംഭവം നടക്കുന്നത് ഇത്രയും ദീർഘമായ ഒരു കാലഘട്ടത്തിലാണ്. അതേസമയം ഈ പ്രപഞ്ചത്തിലെ പടച്ച തമ്പുരാന്റെ പ്രത്യേകമായ ഇടപെടലുമായി ബന്ധപ്പെട്ട് ശിക്ഷ അയക്കുക എന്ന പ്രവർത്തനം നടക്കുന്നത് ഈ 1000 വർഷത്തിന് സമാനമായ ഒരു കാലഘട്ടത്തിലാണ്, ഒരു ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു കണക്കിലാണ്. ഇതാണ് അവിടെ പറയുന്നത്. രണ്ട് സംഭവങ്ങളാണ്. അതിന്റെ ഡ്യൂറേഷനാണ്. ഇപ്പൊ തന്നെ നമുക്ക് 2 സംഭവങ്ങൾ വളരെ എളുപ്പമാണ് പറയാൻ. ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം സമയം എന്നുള്ളത് നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഭാസമാണ്. 24 മണിക്കൂർ ഒരു ദിവസം. എന്നാൽ ബുധനിലെ ദിവസമോ അതേപോലെ തന്നെ ഈ ഇതിലെ ദിവസമോ ചന്ദ്രനിലെ ദിവസമോ വ്യത്യാസമുണ്ട്. ചന്ദ്രനിലെ ദിവസവും ബുധനിലെ ദിവസവും വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഭൂമിയിലെ ദിവസവും ശുക്രനിലെ ദിവസവും വ്യത്യാസമുണ്ട്. ആ ദിവസം എന്നുള്ളത് സ്വന്തം അച്ചുതണ്ടിലൂടെ ഒരു തവണ തിരിയുവാനുള്ള സമയമാണ് എങ്കിൽ ഇതിലെല്ലാം വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ തന്നെ ദിവസം വ്യത്യസ്തമായതുപോലെ പടച്ച തമ്പുരാനുമായി ബന്ധപ്പെട്ട് 2 സംഭവങ്ങൾ പറയുമ്പോൾ 2 സംഭവത്തിന്റെ ഡ്യൂറേഷൻസ് തമ്മിൽ വ്യത്യാസമുണ്ടാകും. ആ വ്യത്യാസമാണിത്. അത് വ്യാഖ്യാനിച്ച് ബുദ്ധിമുട്ടേണ്ട യാതൊരു ബുദ്ധിമുട്ടില്ല. ഖുർആന്റെ ആയത്ത് അതേപോലെ വായിച്ചാൽ തന്നെ മനസ്സിലാകും. അലി ദസ്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ വീണ്ടും ഉദ്ധരിച്ചപ്പോൾ എനിക്ക് പറയാൻ ഒരു വളരെ വളരെ വിനീതമായ ഒരു കാര്യമുണ്ട്. അലി ദസ്തി ഇവിടെ ആദ്യമായി അവതരിപ്പിച്ചത് ഭൗതികവാദികളാണ്. ഈ പറഞ്ഞ പോലെ അലി ദസ്തിയുടെ പുസ്തകമാണിത്. മുഹമ്മദ് നബി പ്രചാരണവും യാഥാർത്ഥ്യവും, സെയ്ദ് മുഹമ്മദ് ആനക്കയം, അബ്ദുള്ള മേപ്പയൂർ, 2 കേരളത്തിലെ പ്രഗത്ഭരായ ഭൗതികവാദികളുടെ പേരാണ്. ആർക്കും സംശയമില്ല. ഇത് കേട്ടോ, മേപ്പയൂരിലെ ഹിക്മത്ത് പബ്ലിക്കേഷൻസ് ആണ് ഇത് പുറത്തിറക്കിയത്. ഇത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് എങ്ങനെ ഭൗതികവാദികൾ ഇവിടെ സംഘടിക്കുന്നു എന്നതിനുള്ള കൃത്യമായ തെളിവാണ്. അലി ദസ്തിയുടെ പുസ്തകം അഖില ലോക അടിസ്ഥാനത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ മിഷണറിമാരാണ്. ആ മിഷണറിമാരുടെ പ്രേരണയും സാമ്പത്തിക സഹായവും കൊണ്ട് എഴുതപ്പെട്ട പുസ്തകമാണ് ഇത് എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കുവാൻ ചിലപ്പോൾ ചിലർ സന്നദ്ധരാകുമെങ്കിലും വസ്തുത അതാണ്. എന്തുകൊണ്ടെന്നാൽ ഇതിന്റെ 1-ാം പതിപ്പ് ഇക്കോലത്തിലും 2-ാം പതിപ്പ് ഇതാ ഇക്കോലത്തിലും പുറത്തു വരാൻ പോകുന്നു. പുറത്ത് വന്നിട്ടില്ല, ഇറങ്ങാൻ പോവാണ്. മുഹമ്മദ് നബി മറ നീക്കിയപ്പോൾ ഇതിൽ സെയ്ദ് മുഹമ്മദ് ആനക്കയവും അബ്ദുള്ള മേപ്പയൂരും ഇല്ല. ഇത് പബ്ലിഷ് ചെയ്യുന്നത് തൃശ്ശൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു കവർ. എന്താ വരാത്തതെന്ന് ചോദിക്കണ്ട, അത് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയില്ല. കവർ വരും, നമ്മളിവിടെ എല്ലാം ഇറങ്ങും. കേരളത്തിലെ ഇവിടെ കോഴിക്കോട് കേന്ദ്രമാക്കി, വെസ്റ്റ് ഹിൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കോൾ ഓഫ് ഹോപ്പ് എന്ന സംഘടന മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇത് വിതരണം നടത്തും. ഇറങ്ങാൻ പോകുന്നുള്ളൂ. ഇപ്പൊ ഞാൻ പറയുന്നത്, ഇത് ആദ്യ പതിപ്പ് ഹിക്മത്ത് പബ്ലിക്കേഷൻസിന്റെ പേരിലും പിന്നീട് ക്രൈസ്തവ സംഘങ്ങളും ലോകാടിസ്ഥാനത്തിൽ തന്നെ ഇസ്ലാമിനെ തമസ്കരിക്കുവാനും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാനും വേണ്ടിയുള്ള കൂട്ടായ്മയുടെ ഭാഗമാണിത് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ? ഇവിടെ കലാനാഥൻ മാഷ പോലെയുള്ള ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടേതായ ഒരു പ്രത്യയശാസ്ത്രപരമായ തലമുണ്ട്.
കേവലമായ മുസ്ലിം സമുദായത്തോട് എന്തെങ്കിലും വർഗപരമായ സ്വന്തം താല്പര്യപരമായ വിരോധമുണ്ടാവുകയും അതിന്റെ പേരിൽ ഭൗതികവാദത്തിന്റെ കുപ്പായമിടുകയും അവരെ മിഷനറിമാരെ പോലെയുള്ള ആളുകൾ ഇസ്ലാമിനെ ആഗോള തലത്തിൽ തമസ്കരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ അവരെ സാമ്പത്തികമായി സഹായിക്കുകയും അവർക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകി കേരളത്തിൽ ഉടനീളം ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് അവരെ നിമിത്തമാക്കുകയും ചെയ്യുന്ന വളരെ ക്രൂരമായ ചിത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് വളരെ വ്യക്തമാണ്. ആ കാര്യത്തിന് ഞാൻ അതാണ് പറഞ്ഞത്, ഇത് അഖില ലോക അടിസ്ഥാനത്തിലുള്ള ഒരു ഗൂഢാലോചനയാണ്. സത്യത്തിൽ ഈ പുസ്തകത്തിലെ എല്ലാ വാദങ്ങൾക്കും ഏതൊരു 4ാം ക്ലാസ്സുകാരനും മറുപടി അറിയാൻ പറ്റും. ഇസ്ലാമിനെ കുറിച്ച് അടിസ്ഥാനപരമായി അറിയാവുന്ന ആർക്കും മറുപടി പറയാൻ പറ്റുന്ന വാദങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. ഖുർആന്റെ മൗലികത എന്ന പുസ്തകം 2 വോള്യൂംസ് പുറത്തിറങ്ങിയിട്ടുണ്ട്. നിച്ച് ഓഫ് ട്രൂത്ത് ഇറക്കിയ ഖുർആന്റെ മൗലികത എന്നുള്ള പുസ്തകത്തിൽ ഇതിലെ 90% വാദങ്ങൾക്കും മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 3ാമത്തെ വാള്യത്തിൽ ബാക്കി 10% ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മറുപടി വായിക്കാൻ കഴിയും. ഇനി അടുത്ത ചോദ്യത്തിന് മുമ്പായി ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. 2 പ്രാസംഗികന്മാരുടെയും അഭിപ്രായത്തിൽ ഉത്തരത്തിന് സമയപരിധി വെക്കണമെന്നാണ്. 5 മിനിറ്റ് സമയമാണ് ഉത്തരത്തിനുള്ളത്. അതുകൊണ്ട് 2 ചോദ്യം ഇതുപോലെ ഒന്നിച്ച് ചോദിക്കാൻ അനുവദിക്കുന്നതല്ല. വളരെ ക്ലിപ്തമായി ഒരു ചോദ്യം മാത്രം വ്യക്തമായി അവതരിപ്പിക്കണം. 5 മിനിറ്റാണ് ഇനി സമയം ഉത്തരം പറയാൻ. എൻ്റെ പേര് ഹിജാബുൽ ജബ്രൂത്ത്, പുലാമന്തോളാണ് വീട്, ഡിഗ്രി വിദ്യാർത്ഥിയാണ്. എൻ്റെ ചോദ്യം കലാദാന മാസ്റ്ററോടാണ്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് പരിണാമവാദത്തെ അദ്ദേഹം അംഗീകരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ പരിണമിച്ചുണ്ടായതാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. മനുഷ്യനെന്നല്ല എല്ലാ ജീവികളും. അങ്ങനെയെന്നാണെങ്കിൽ മനുഷ്യൻ പരിണമിച്ചുണ്ടായതാണെങ്കിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നതിന് ശേഷമാണ് എല്ലാ അറിവും അവന് കഴിയുന്ന അറിവൊക്കെ പഠിച്ചെടുക്കുന്നത്. മറ്റുള്ള ജീവികൾ ഓരോ പുറത്ത് വരുമ്പോൾ തന്നെ അതിന് ഓരോരോ അറിവുകളുമായിട്ടാണ് അവ വരുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യനിത് പഠിക്കേണ്ടി വരുന്നത്? കാരണം മനുഷ്യന് ഉണ്ടായതാണെങ്കിൽ മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു വിധത്തിലുള്ള ഒരു അറിവുണ്ടായിരിക്കില്ലേ? മനുഷ്യൻ പരിണമിച്ചുണ്ടായതല്ല എന്നുള്ളതിന് തെളിവല്ല അത്. അതിൻ്റെ വിശദീകരണം ആവശ്യം. ഞാൻ പരിണാമവാദം അംഗീകരിക്കുന്ന ഒരാളാണ്. അതിന് ഒരുപാട് തെളിവുകൾ പരിണാമവാദത്തിൻ്റെ ശാസ്ത്ര വിശകലനങ്ങളിലുണ്ട്. പരിണാമത്തിനെതിരായി പറയുന്ന അഭിപ്രായങ്ങൾ മുഴുവൻ കാൽപ്പനികങ്ങളും പലതും ഈ മതപരമായ മുൻവിധികൾ വെച്ചിട്ടുള്ളതുമാണെന്നാണ് ഈ വിഷയം പഠിച്ചിടത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിന് ഏറ്റവും വലിയ തെളിവായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് തന്നെ ഒരു ജീവി ഉണ്ടാകുന്നത് ജീവനോടുകൂടി നിലനിൽക്കുന്ന ജീവകോശത്തിൽ നിന്നാണ്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളിലും ഉൽപ്പാദനം നടക്കുന്ന പ്രക്രിയ പരിശോധിച്ചാൽ മുൻകൂട്ടി ജീവനുള്ള ഒരു കോശത്തിൽ നിന്നോ ഒരു ഘട്ടത്തിൽ നിന്നുമാണ് ഒരു പുതിയ ജീവി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നാം ഉണ്ടാകുന്നത് രണ്ട് ജൈവകോശങ്ങളുടെ സംയോജനത്തിൻ്റെ ഫലമായിട്ടാണ്. ഗർഭാശയ രൂപത്തിൽ 10 മാസം കഴിഞ്ഞ് വളർന്നിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ ജീവൻ്റെ അസ്ഥിവാരം സത്യത്തിൽ മാതൃപിതൃ ജീവകോശങ്ങളാണ്. ആ മാതൃപിതൃ ജീവകോശങ്ങളാകട്ടെ അവരുടെ മാതാക്കന്മാരുടെയും പിതാക്കന്മാരുടെയും ജീവകോശങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ്. ഈ ജീവകോശ ബന്ധത്തിലൂടെയാണ് ജനറ്റിക് കോഡുകൾ അല്ലെങ്കിൽ പാരമ്പര്യം സംനയനം ചെയ്യപ്പെടുന്നത്. മനുഷ്യന് പാരമ്പര്യ ഗുണങ്ങളുണ്ട് എന്നതൊരു ചരിത്ര സത്യമാണ്, വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമാണ്. ഈ പാരമ്പര്യത്തെ ഈശ്വരൻ പുറത്തു നിന്നിട്ട് ഇങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്യുന്നതല്ല, നേരെ മറിച്ച് പൂർവ്വജീവിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ജൈവ പാരമ്പര്യ ഘടകങ്ങളിൽ DNA രൂപത്തിൽ ഇംപ്രിൻ്റ് ചെയ്തിട്ടുള്ള ആശയങ്ങളിലൂടെയാണ്, കോഡുകളിലൂടെയാണ് പാരമ്പര്യം ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് വരുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ എല്ലാ ജീവജാലങ്ങളുടെയും ഉൽപ്പത്തി ഒരു പ്രാഥമിക ജീവകോശത്തിൽ നിന്നായിരിക്കണം. പൂർവ്വജീവകോശത്തിൽ നിന്ന് ഇപ്പോഴത്തെ ജീവകോശം, അതിൽ നിന്ന് അടുത്ത ജീവകോശം. ജീവൻ ഓരോ താവഴിയിലും ഓരോ തലമുറയിലും ഇത്തരം ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പൂർവ്വജീവിയിൽ നിന്ന് ഇവ രൂപാന്തരപ്പെടാതിരിക്കാൻ നിർവാഹമില്ല എന്ന ഒരു സാമാന്യ അവലോകനം നമ്മുടെ മുന്നിലുണ്ട്. അത് പറയാനേ ഇപ്പോൾ ഇവിടെ സമയമുള്ളൂ. 5 മിനിറ്റാണ് എനിക്കും ഉത്തരം പറയാനുള്ളത്.
പിന്നെ മനുഷ്യൻ പരിണമിച്ചുണ്ടായ മനുഷ്യന് വിഷയങ്ങൾ പഠിക്കേണ്ടത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം സുഹൃത്ത് എന്നോട് ചോദിക്കുന്നു. ഞാൻ അതിനൊരു ചോദ്യത്തിലൂടെ ഉത്തരം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈശ്വരനാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ എന്തുകൊണ്ടാണ് ജനിക്കുമ്പോൾ തന്നെ ദൈവം മനുഷ്യന് ഒരു ഡിഗ്രി വിജ്ഞാനമോ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് വിജ്ഞാനമോ നൽകുന്നില്ല? ജനിക്കുന്ന ഒരൊറ്റ കുട്ടിക്ക് പറഞ്ഞ പോലെ സാമാന്യ വിജ്ഞാനമില്ല. പാരമ്പര്യ ഗുണങ്ങളുണ്ടെങ്കിലും ഒക്കെ ABCD വരെ 1-2 കൊല്ലം നിലത്ത് കഴിഞ്ഞിട്ടും കഷ്ടപ്പെട്ടിട്ടാണ് പഠിക്കുന്നത്. ഈശ്വരൻ ബോധപൂർവം പ്ലാൻ ചെയ്തിട്ടാണ് ഈ മനുഷ്യജീവന് രൂപം കൊടുക്കുന്നതെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ ഒരു പകുതി വിജ്ഞാനം കൊടുത്തൂടെ? അപ്പം എനിക്ക് SSLC വിജ്ഞാനം ജനിക്കുമ്പം കിട്ടിയിരുന്നെങ്കിൽ പിന്നെ എനിക്ക് ആ 11ാം തരം മുതൽക്ക് പഠിക്കുകയാണെങ്കിൽ 20 കൊല്ലം കൊണ്ട് എത്ര വലിയ വിദ്യാഭ്യാസം നേടാമായിരുന്നു എന്ന വ്യാമോഹം എനിക്കിങ്ങനെ തോന്നാതിരിക്കുന്നില്ല. എല്ലാവർക്കും ഇത് ബാധകമാണ്. അതുകൊണ്ട് ദൈവം ഇക്കാര്യത്തിൽ മനുഷ്യനെ പഠിപ്പിക്കുന്നില്ല. പഠിക്കുന്നത് മനുഷ്യൻ അവൻ്റെ ഭൗതിക സാഹചര്യങ്ങളുമായി ഇടപഴകിക്കൊണ്ടാണ്. അത് പഠിക്കാനുള്ള സാഹചര്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതവൻ്റെ ശരീരഘടനയെ വളർന്ന തലച്ചോറ്, അവൻ്റെ എന്താ പറയുക, 2 വിവിധ ദിശകളിൽ ഉപയോഗിക്കാവുന്ന വിരലുകൾ, നിവർന്ന നട്ടല്, ഈ 3 ഭൗതിക അവയവങ്ങൾ മനുഷ്യനുള്ളത് കൊണ്ട് മനുഷ്യൻ അധ്വാനിക്കുന്നു, ഉപകരണങ്ങളുമായി പ്രവർത്തിക്കുന്നു, ഇടപഴകുന്നു. ആ പ്രവർത്തനങ്ങളുടെ ഫലമായി തലച്ചോറിൽ ആശയങ്ങൾ വളർന്നു വരുന്നു. ആ ആശയങ്ങൾ അവൻ്റെ കൈകളെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നു. അങ്ങനെ കൈകളും തലച്ചോറും തമ്മിലുള്ള ആക്ഷൻ ആൻഡ് റിയാക്ഷൻ്റെ ഭാഗമായിട്ടാണ് മനുഷ്യൻ്റെ ബുദ്ധി വളരുന്നത്. അല്ലാതെ ഈശ്വരൻ ഇങ്ങനെ വിശേഷ വിജ്ഞാനം കൊടുത്തതല്ല. ഈശ്വരന് വിവരമില്ല എന്ന് ഞാൻ നേരത്തെ പറയണ്ടായി. അതുകൊണ്ട് അയാൾക്കത് കൊടുക്കാനിട്ട കഴിവുണ്ടാവില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. എന്തായാലും മനുഷ്യൻ്റെ വിവരവും എല്ലാ ജീവജാലങ്ങളുടെ വിവരവും ഇതുപോലെയാണ്. തേനീച്ചയ്ക്ക് ഇങ്ങനെ നമ്മുടെ മാതിരി വിപരീത ദിശയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കയ്യോ കാലോ മൂക്കോ ഇല്ലാത്തത് കൊണ്ടാണ് പണ്ടുണ്ടാക്കിയ വീട് അപ്പോഴേ അമ്മ ഇപ്പോഴും ഉണ്ടാക്കുന്നത്. മനുഷ്യനതല്ല, പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് പഴയ വീടുകളും ആധുനിക മനുഷ്യൻ്റെ വീടുകളും തമ്മിൽ ഒരു ബന്ധവുമില്ല. അസാധാരണമായ പുതുമകൾ മനുഷ്യൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഉപകരണം നിർമ്മിക്കുന്ന ജീവിയാണ് മനുഷ്യൻ. ഈ ഉപകരണ നിർമ്മാണത്തിലൂടെ അവൻ പ്രകൃതിയെ മെരുക്കിയെടുക്കുകയാണ്. അങ്ങനെ പ്രകൃതിയെ തൻ്റെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മാണ പ്രക്രിയയിലൂടെ മാറ്റിയെടുക്കുന്ന ഈ അധ്വാന ശേഷിയാണ് അവൻ്റെ വിശേഷ ബുദ്ധിക്ക് ആധാരം. ഒരു മോട്ടോർ മെക്കാനിക്കിൻ്റെ അടുത്ത് ഒരു വിവരമില്ലാത്ത കുട്ടി കുറേ ദിവസം കൂടെ നിന്ന് പണിയെടുത്താൽ മതി. പ്രവൃത്തി ചെയ്തുകൊണ്ടും ചെയ്യുന്നത് കണ്ടുകൊണ്ടുമാണ് അവൻ പ്രവർത്തിക്കുന്നെങ്കിൽ അവൻ ബെസ്റ്റ് മെക്കാനിക്കായി മാറും. തിയറി പഠിച്ചിട്ടില്ലെങ്കിലും. സിദ്ധാന്തമല്ല പ്രശ്നം, പ്രയോഗമാണ്. പ്രയോഗത്തിൽ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ്, ശാരീരികമായി എക്സ്പീരിയൻസ് വളർത്തിയെടുക്കണം. ആ എക്സ്പീരിയൻസിലൂടെ നമ്മുടെ വിവരം വളർന്നു വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ പരിണാമം ഉണ്ടായിട്ടുണ്ടെങ്കിലും മനുഷ്യൻ അപ്പപ്പോഴും പഠിക്കേണ്ടി വരുന്നത്. ജനറ്റിക് കോഡിൽ പാരമ്പര്യ ഗുണങ്ങൾ സമ്മതിക്കപ്പെടുന്നു. ഈ പുതിയ വിവരങ്ങൾ മുഴുവൻ പരിസ്ഥിതിയുമായിട്ട് ഇടപെട്ടുകൊണ്ട് നാം സമ്പാദിക്കുന്നു. പൂർവിക തലമുറയിലെ സമ്പാദ്യം നമുക്കിവിടുന്ന് പുസ്തകങ്ങളുടെയും ഗ്രന്ഥങ്ങളുടെയും അങ്ങനെയും സമ്പാദിക്കാൻ സാധിക്കുന്നു. ഇതാണ് മനുഷ്യൻ്റെ പരിമിതി. മാഷോട് വളരെ സമർത്ഥമായി ചോദിച്ച ചോദ്യം സുഹൃത്തിനോട് തന്നെ തിരിച്ചു ചോദിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ ജീവികളിൽ ഏറ്റവും ഉന്നതനാണെങ്കിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ള ചോദ്യത്തിന് ദൈവവിശ്വാസികൾ മറുപടി പറഞ്ഞോളും. പരിണാമവാദികൾ മറുപടി പറയേണ്ടത്, മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് ജീവപരിണാമത്തിലൂടെ എത്തി ഏറ്റവും ഉന്നതമായ അല്ലെങ്കിൽ ഏറ്റവും സങ്കീർണമായ ഒരു ജീവിയായി എല്ലാ ജീവികളിൽ നിന്നും വ്യത്യസ്തനായി മനുഷ്യനെത്തി. ഈ പറഞ്ഞ പോലെ അവയവങ്ങൾ മാറ്റി തിരിക്കുകയെല്ലാം ചെയ്യാൻ കഴിഞ്ഞുകൊണ്ട് തലച്ചോറുണ്ടായി, ബുദ്ധിയെല്ലാം ഉണ്ടായി എന്നെല്ലാം നമ്മൾ അംഗീകരിച്ചാൽ എന്തുകൊണ്ട് ജന്മവാസനകൾ നഷ്ടപ്പെട്ടു എന്നാണ് ചോദ്യം. ജന്മവാസനകൾ ഒന്നുമില്ല മനുഷ്യന്. ഈ കലാനാഥ മാഷ് പറഞ്ഞ പോലെ ഒരു കുട്ടിക്ക് എഞ്ചിനീയർ ആകണമെങ്കിൽ എഞ്ചിനീയറിംഗ് കണ്ടുപഠിക്കണം, നോക്കി പഠിക്കണം. അതേപോലെ ബീവറിന് എഞ്ചിനീയർ ആണെങ്കിൽ ആരെടുത്ത് നോക്കി പഠിക്കേണ്ട, അധ്യാപകം പഠിപ്പിക്കേണ്ട, ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു മനുഷ്യന്? ഉന്നതമായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ ജന്മവാസനകൾ, ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാകേണ്ടതാണ് പരിണാമവാദ പ്രകാരം. എന്നാൽ അതില്ല, നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട്? അവിടെ അവയവം മാറിയതുകൊണ്ട് ഉള്ള കഴിവ് പിന്നിലേക്ക് പോകുന്ന പരിണാമത്തിന്റെ ഏത് സിദ്ധാന്തമാണ് പറയുന്നത്? ഏത് അവയവം കൈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനും താടിയലിന് വ്യത്യാസവും പിന്നെ നട്ടല് നിവരുകയും ചെയ്താൽ ഈ കഴിവുകൾ പിന്നോട്ട് പോകും എന്ന് ഏത് പരിണാമത്തിലെ ഏത് സിദ്ധാന്തമാണ് പറയുന്നത്? അതിന് വസ്തുനിഷ്ഠമായ എന്ത് തെളിവുണ്ട്? ഈ പരിണാമവാദം ഒരു കോശത്തിൽ നിന്നാണ് അല്ല ഉണ്ടായെന്നുള്ള പരിണാമവാദത്തിന് തെളിവാന്ന് പറഞ്ഞാൽ ഒരേ കടലാസ് ഉപയോഗിച്ചിട്ടാണ് ലൈബ്രറിയിലെ പുസ്തകങ്ങളെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് ഒരു ബുക്ക് കുറെ കാലം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ബുക്കായി എന്ന് പറയുന്ന വാദത്തിന് സമാനമാണ്. ഒരടിസ്ഥാനവും ഇല്ലാത്ത വാദം. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജൈവ ലോകത്തെ എല്ലാം കോശങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളത്. ആ കോശങ്ങൾ സ്വാഭാവികമായും ആ കോശങ്ങൾ തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടാവും, യോജിപ്പുണ്ടാവും. അതുകൊണ്ട് എല്ലാം ഒന്നിൽ നിന്നുണ്ടായി എന്നതിന് ഇങ്ങനെ തെളിവാകും.
ഇനി പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, എന്തുകൊണ്ട് മനുഷ്യന് ദൈവം തമ്പുരാൻ കൊടുത്തില്ല എന്നാണ്. അത് ഞാൻ തന്നെ ഉത്തരം പറയണല്ലോ, സമയം വളരെ ചുരുക്കമാണ്. മനുഷ്യന് കൊടുക്കാത്തത് മനുഷ്യന് പടച്ച തമ്പുരാൻ നൽകിയ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. മനുഷ്യനെ ഖലീഫ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയാണ് മനുഷ്യനെ, എന്താ? സ്വതന്ത്രമായ അസ്തിത്വത്തോടു കൂടി. ആ സ്വാതന്ത്ര്യത്തിന് വളരെ വലിയ നിർമ്മാണാത്മകതകളുണ്ട്, അതേപോലെ തന്നെ വളരെ വലിയ നശീകരണാത്മകതകളുണ്ട്. മനുഷ്യനെ പ്രത്യേകമായ സ്വാതന്ത്ര്യം നൽകപ്പെട്ട ജീവിയാണ്. ആ സ്വാതന്ത്ര്യം ദൈവം തമ്പുരാൻ പ്രത്യേകമായി കൊടുത്തതാണ്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് മനുഷ്യൻ ഉന്നതനാകാം, അധമനാകാം. മറ്റു ജീവജാലകൾക്കൊന്നും അത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന്റെ ലോകത്ത് ജന്മവാസനകൾ കൂടുതലില്ലാതെ അവന് വളരാൻ ഉള്ള ഒരുപാട് അവസരങ്ങൾ കൊടുത്തിരിക്കുകയാണ്. 10ാം ക്ലാസ് വരെയുള്ള വിജ്ഞാനമായിട്ട് പറഞ്ഞയച്ചാൽ എല്ലാ കുട്ടികളും ആ വിജ്ഞാനം മാത്രമേ ഉണ്ടാവുള്ളൂ, അതുമെന്നാ തുടങ്ങുള്ളൂ. എന്നാൽ വ്യത്യസ്ത ഈ സമൂഹത്തിലെ സകല വൈവിധ്യങ്ങൾക്കുമുള്ള കാരണം, നാഗരികതക്കെന്നുള്ള കാരണം, നാഗരിക വൈവിധ്യങ്ങൾക്കുള്ള കാരണം, ശാസ്ത്രരംഗത്തെ വൈവിധ്യങ്ങൾക്കുള്ള കാരണം, നമ്മുടെ ഈ സമൂഹത്തിലെ എല്ലാ പുരോഗതിക്കുമുള്ള കാരണം മനുഷ്യ വൈവിധ്യമാണ്. മനുഷ്യന് ദൈവം തമ്പുരാൻ നൽകിയ സ്വാതന്ത്ര്യമാണത്. ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിക്കുവാനാണ് ദൈവദൂതന്മാർ കടന്നു വന്നത്. അവിടെ ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ മറുപടി ഉണ്ട്. എന്നാലും ചോദിക്കാം, എന്നാലും അങ്ങനെ കൊടുത്തുകൂടായിരുന്നു. അതിന് യഥാർത്ഥത്തിൽ നമ്മുടെ അടുത്ത് മറുപടി ഇല്ല. അതിന് ഇൻഷാ അല്ലാഹ് പരലോകത്ത് വെച്ച് പടച്ച തമ്പുരാനോട് ചോദിക്കാം എന്ന് മാത്രമേ ആ വിഷയത്തിൽ പറയാൻ കഴിയൂ. ഈ മനുഷ്യന് ജന്മവാസന നഷ്ടപ്പെട്ടു എന്ന ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇതൊരു സർവ്വസാധാരണമായ പ്രതിഭാസമല്ല. ചിലർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, പലരും അത് നിലനിർത്തുന്നുണ്ട്. മനുഷ്യൻ്റെ പൂർവിക ഗുണങ്ങളെ പാരമ്പര്യപരമായിട്ടാണ് നിലനിർത്തുന്നത്. ആ പാരമ്പര്യ ഗുണം നിലനിർത്താനുള്ള ഭൗതിക പദാർത്ഥം പൂർവ്വജീവിയിൽ നിന്ന് മനുഷ്യന് കിട്ടുന്നുണ്ട്. ആ പാരമ്പര്യ ഗുണങ്ങളിലൂടെ വരുന്ന ജന്മവാസന നഷ്ടപ്പെടുന്നില്ല, അത് സംരക്ഷിക്കപ്പെടുന്നുമുണ്ട്. പക്ഷെ നഷ്ടപ്പെടുന്നുവെന്ന് വളരെ ശക്തമായി പറയുമ്പോൾ എന്താണ് അതിൻ്റെ വിശദാംശം എനിക്ക് വ്യക്തമായിട്ടില്ല, അത് ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. അതുകൊണ്ട് ആ നഷ്ടപ്പെട്ടു വന്ന പരാമർശത്തോട് എനിക്ക് യോജിപ്പില്ല എന്നാണ് പറയാനുള്ളത്. രണ്ടാമത്തത്, മനുഷ്യൻ്റെ ശരീരഘടന കൊണ്ട് ഈ അസാധാരണ ബുദ്ധി ഉണ്ടാവുമെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്. മറ്റ് ജീവജാലങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ വിശേഷ ബുദ്ധി ഉണ്ടാവാതിരിക്കുന്നത്? ഞാനീ പറഞ്ഞ മനുഷ്യൻ്റെ നിവർന്ന നട്ടെല്ല്, അവൻ്റെ ഒപ്പോസിബിൾ ഫിംഗേഴ്സ്, ത്രിമാന വീക്ഷണമുള്ള കണ്ണ്, ഇത് മൂന്നും മറ്റ് ജീവജാലങ്ങൾക്ക് പലർക്കും ഇല്ല. പ്രത്യേകിച്ചും താണജീവികൾക്ക്, മനുഷ്യനല്ലാത്ത ഒരൊറ്റ ജീവിക്കും ഈ ഗുണവിശേഷങ്ങൾ താരതമ്യേന ഇല്ല. ഇതുള്ളതുകൊണ്ടാണ് മനുഷ്യൻ അവൻ്റെ ബുദ്ധിയെ പരിസ്ഥിതിയുമായി ഏറ്റുമുട്ടി വികസിപ്പിക്കുവാനുള്ള കഴിവുണ്ടായത് എന്നത് ഭൗതികശാസ്ത്രപരമായ ഒരു വസ്തുതയാണ്. പക്ഷേ അതിന് പകരം ഉത്തരം പറയുമ്പോൾ ദൈവം സ്വാതന്ത്ര്യം നൽകിയത് കൊണ്ട് അത് കൊടുക്കാതിരുന്നതാണ്, കഴിവില്ലാത്തതാണെന്നൊക്കെയാണ് പറയണം. ദൈവം ഈ സ്വാതന്ത്ര്യം നൽകി എന്ന് പറയുന്നത് എം അക്ബറിൻ്റെ അഭിപ്രായമാണ്, ദൈവത്തിൻ്റെ അഭിപ്രായമല്ല. ദൈവം ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവാം, എവിടെയെങ്കിലും പരാമർശിച്ചിട്ടുണ്ടാവാം. എന്തായാലും ദൈവം ഈ സ്വാതന്ത്ര്യം നൽകി എന്ന് പറയുന്നത് മനുഷ്യർക്കെല്ലാവർക്കും ഒരുപോലെയാണ്. ആ സ്വാതന്ത്ര്യം ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾക്ക് കുറച്ച് കുറവും കൂടുതലുമില്ല. അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും സമമായി പ്രയോജനപ്പെടുത്താൻ കഴിയേണ്ടതാണ്. പക്ഷെ അങ്ങനെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവൻ്റെ ഭൗതിക സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ എവിടെ ചെന്നുപെടുന്നുവോ ആ സാഹചര്യത്തോടുള്ള സംഘർഷത്തിൻ്റെ ഫലമായി, ഏറ്റുമുട്ടലിൻ്റെ ഫലമായി അവൻ്റെ ജന്മവാസകളെയും അല്ലാത്ത ഭൗതിക സാഹചര്യങ്ങളുടെ പ്രതികരണശേഷിയെയും അവൻ വികസിപ്പിച്ചുകൊണ്ടാണ് അവൻ്റെ വിവരം വർദ്ധിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് ജൈവശാസ്ത്ര മണ്ഡലത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. മറ്റു ജീവജാലങ്ങൾക്ക് ഇല്ലാത്തത് അവർക്ക് അവയവത്തിൻ്റെ അപര്യാപ്തത കൊണ്ടാണ്, ദൈവത്തിൻ്റെ സഹായം കിട്ടാത്തത് കൊണ്ടല്ല എന്ന് തന്നെയാണ് എനിക്കതിനെക്കുറിച്ചുള്ള ഉത്തരവുള്ളത്. അടുത്ത ചോദ്യം. എൻ്റെ പേര് ഷാഹുൽ അമീദ്, കൽപ്പകഞ്ചേരി. എം അക്ബറിനോടാണ് ചോദ്യം. ദൈവത്തിൻ്റെ പ്ലാനുകൾ നമ്മൾ മനുഷ്യന്മാർ ചിന്തിക്കുന്ന രൂപത്തിലല്ല എന്ന് വിശാവതരത്തിൽ പറഞ്ഞു. പക്ഷേ അള്ളാഹു ഒരു നല്ല പ്ലാന് ദൈവത്തിൽ ഖുർആനിൽ ചിത്രീകരിച്ചിട്ടുണ്ട്, മനുഷ്യൻ്റെ ഉൽപ്പത്തിയുമായിട്ട്. അപ്പോൾ അവിടെ മനുഷ്യൻ്റെ ഉൽപ്പത്തിയായിട്ട് ദൈവം പറഞ്ഞിട്ടുള്ളത്, ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുവാ മലക്കുകളോട് ആജ്ഞാപിച്ചു. അങ്ങനെ മണ്ണ് കൊണ്ടുവന്നു, മനുഷ്യൻ്റെ രൂപത്തിലാക്കി, അതിൽ ദൈവത്തിൻ്റെ ജീവനെ ഊതി. അപ്പോൾ ദൈവം
ആദം എന്ന ആദ്യ മനുഷ്യനിൽ ദൈവം ഒരു കൈക്രിയ ചെയ്തു. എന്നിട്ടോ ആ കൈക്രിയ ചെയ്ത മനുഷ്യൻ ആ ആദമ മനുഷ്യന് പകരം എൻ്റെ സുഹൃത്തായിരുന്നെങ്കിൽ ആ പെണ്ണിൻ്റെ വാക്ക് കേട്ട് അങ്ങോട്ട് പോകില്ലായിരുന്നു. എൻ്റെ സുഹൃത്ത് ഇതര മതസ്ഥരിൽ നിന്ന് സ്നേഹിച്ച പെണ്ണിനെ കെട്ടി എന്ന് കരുതി പെണ്ണിൻ്റെ വാക്ക് കേൾക്കുന്ന ആളല്ല. അപ്പോൾ അതിനു പകരം ദൈവം തിരഞ്ഞെടുത്തിരുന്നത് എൻ്റെ സുഹൃത്തിനെ ആയിരുന്നെങ്കിൽ നമുക്കൊക്കെ ഇന്ന് സ്വർഗത്തിൽ സുഖമായിട്ട് കഴിയായിരുന്നു. ചോദ്യത്തിന് 2 മിനിറ്റ് സമയമാണ്. ഇതാണ് എൻ്റെ ചോദ്യം. ഏതാ ചോദ്യം? ചോദ്യം കിട്ടില്ലല്ലോ. എന്താണ് ചോദ്യം? മനുഷ്യൻ്റെ ഉൽപ്പത്തിയിൽ ദൈവം കൈക്രിയ ചെയ്തു. ആ കൈക്രിയ സാധാരണ ജനങ്ങളിലൊന്നും ചെയ്യാറുമില്ല. എൻ്റെ ദൈവത്തിന് മനുഷ്യൻ്റെ ഉൽപ്പത്തിയിൽ ദൈവം ഈ കൈക്രിയ ചെയ്യാൻ കാരണം? ദൈവം എന്തുകൊണ്ട് മനുഷ്യൻ്റെ ഉൽപ്പത്തിയിൽ കൈക്രിയ ചെയ്തു എന്നാണ് സുഹൃത്ത് പറഞ്ഞത്. ഈ കോലത്തിൽ ഖുർആനിൽ എവിടെയില്ല. സുഹൃത്ത് എവിടുന്നോ കേട്ട കഥയാണ്. പരിശുദ്ധ ഖുർആനിൽ പടച്ച തമ്പുരാൻ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുണ്ട്. മണ്ണിൽ നിന്നാണ് മനുഷ്യ സൃഷ്ടി നടന്നത്, സംശയമൊന്നുമില്ല. മനുഷ്യ സൃഷ്ടി മണ്ണിൽ നിന്ന് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമല്ല. പടച്ച തമ്പുരാൻ എന്തുകൊണ്ട് ആദമിൻ്റെ കാര്യത്തിൽ ആദമിനെയാണ് ആദിമ മനുഷ്യനായി പടച്ച തമ്പുരാൻ തിരഞ്ഞെടുത്തത്. അങ്ങനെ തിരഞ്ഞെടുത്ത ആദിമ മനുഷ്യനെ സൃഷ്ടിച്ച രൂപമാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നീടുള്ള സൃഷ്ടി പ്രക്രിയക്ക് ഉള്ള പടച്ച തമ്പുരാൻ നിശ്ചയിച്ച ക്രമമാണ് ബീജ അണ്ഡ സങ്കലനത്തിലൂടെയുള്ള ജനനം എന്നുള്ള ക്രമം. ആ ക്രമമാണ് ഇന്ന് തുടർന്നു വരുന്നത്. പടച്ച തമ്പുരാൻ നിശ്ചയിച്ചതാണത്, അല്ലാതെ വേറെ എവിടെ നിന്ന് നിശ്ചയിക്കപ്പെട്ടതല്ല. പടച്ച തമ്പുരാൻ ആദ്യ മനുഷ്യന്റെ ആദ്യ ജന്തുക്കളുടെ ക്രമം നിശ്ചയിച്ചതുപോലെ തന്നെ ആദ്യ മനുഷ്യന്റെ ക്രമം നിശ്ചയിച്ചത് ഇങ്ങനെയാണ്. ആദ്യ മനുഷ്യനെ പുരുഷനെ സൃഷ്ടിക്കുകയും പിന്നീട് അവനിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിക്കുകയും പിന്നീട് ഈ പറഞ്ഞതുപോലെ പരീക്ഷണാർത്ഥം നിർത്തി. സുഹൃത്തിന്റെ സ്നേഹിതനാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പരീക്ഷണാർത്ഥം പടച്ച തമ്പുരാൻ പരീക്ഷണാർത്ഥം മനുഷ്യനെ നിർത്തി എന്നാണ് സ്വർഗത്തിൽ. എന്താണ് കുഴപ്പം? എന്നിട്ട് പടച്ച തമ്പുരാന്റെ നിർദ്ദേശം ഉല്ലംഘിച്ചു. ആ ഉല്ലംഘിച്ചപ്പോൾ സ്വാഭാവികമായും അതുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളുണ്ടായി. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആദിമ കാലഘട്ടത്തിലെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ടതാണ്. പിന്നീട് എന്തുകൊണ്ട് ചെയ്തില്ല? പിന്നീട് ചെയ്യാൻ പടച്ചോൻ ഉദ്ദേശിച്ചിട്ടില്ല. പടച്ചോൻ ആദിമ മനുഷ്യന് ഇങ്ങനെ ഒരു പരീക്ഷണം കൊടുത്തു. നമുക്ക് പരീക്ഷണം തന്നു, ഓരോരുത്തർക്കും പരീക്ഷണം നൽകുന്നു. പരീക്ഷണം എന്ന് പറഞ്ഞാൽ തിന്മകൾ ചെയ്യാൻ നമുക്ക് കഴിയും, നന്മ ചെയ്യാനും തിന്മ ചെയ്യുവാനും നമുക്ക് കഴിയും. അതിന് ആദ്യ മനുഷ്യൻ ആദ്യമായി കൊടുത്ത പരീക്ഷണത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് പരിശുദ്ധ ഖുർആൻ ഈ കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. ദൈവം ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നേരിട്ടിടപെട്ടതും മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതുകയും പിന്നെ മറ്റെല്ലാം ജൈവപ്രക്രിയയ്ക്ക് വിട്ടുകൊടുത്തു, പരിണാമ ദർശനങ്ങൾക്ക് വിട്ടുകൊടുത്തു എന്ന മട്ടിലാണ് ഉത്തരം പറയുന്നത്. അത്രത്തോളമെങ്കിലും സമ്മതിച്ചത് നന്നായി. ഒരൊറ്റ ഇടപെടലേ ദൈവത്തിന് ഉണ്ടാവാൻ കഴിഞ്ഞുള്ളൂ. മറ്റിടപെടലൊന്നും ദൈവം സൃഷ്ടികർമ്മത്തിൽ ഇടപെട്ടില്ല എന്നത് ഒരു അംഗീകൃത സത്യമാണ്. രണ്ടാമതൊരു കാര്യം, ഈ മണ്ണുകൊണ്ട് മനുഷ്യൻ്റെ രൂപം ഉണ്ടാക്കിയിട്ട് മൂക്കിലൂതേണ്ട ആവശ്യം ദൈവത്തിനുണ്ടോ? എന്തെങ്കിലും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു ഈശ്വരൻ അങ്ങനെ കളിമണ്ണെടുത്ത് മനുഷ്യൻ്റെ രൂപം ഉണ്ടാക്കി മൂക്കിൽ ഊതി എന്ന് പറയുമ്പോൾ എന്താ അസംബന്ധമാണ്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അത് ദൈവത്തിൻ്റെ പേരിൽ ആരോപിക്കുന്നത് ശരിയല്ല. അല്ലാതെ തന്നെ ദൈവത്തിന് കളിമണ്ണുണ്ടാകട്ടെ, അത് മനുഷ്യരൂപമാകട്ടെ, അതിന് ജീവനുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവം ഈ രീതിയിൽ ഒരു വിക്രിയ ചെയ്തു എന്ന്, ഇതാണ് യഥാർത്ഥ കൈക്രിയ. ആ കൈക്രിയ ചെയ്തു എന്ന് പറയുന്നത് നമുക്കൊന്നും ആ ദൈവത്തിൻ്റെ പേരിൽ അംഗീകരിക്കാൻ പറ്റില്ല. അത് വേറെ ആരോ ദൈവത്തിൻ്റെ പേരിൽ എഴുതി വെച്ചായിരിക്കും. ഖുറാനിൽ ദൈവത്തിൻ്റെ വാക്യം മാത്രമല്ല ഉള്ളതെന്നതിന് ഒരു തെളിവായിട്ടാണ് ആ വാചകം എനിക്ക് തോന്നുന്നത്. രണ്ടാമത്, ബാക്കിയുള്ള ജീവജാലങ്ങളിലും ദൈവം ഇടപെടുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ച പോലെ കൈക്രിയ ചെയ്യാതിരിക്കുന്നില്ല. എല്ലാ ആളുകളും ജീവിക്കുമ്പോൾ, മനുഷ്യൻ ജനിക്കുമ്പോൾ അവൻ്റെ ഗർഭാശയത്തിൽ വെച്ചിട്ടാണോ പുറത്തു വന്നിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, മൂക്കിൽ ഊതിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അംശം ഊതിയിട്ടാണ് അവർ ജീവൻ കിട്ടുന്നത് എന്ന അന്ധവിശ്വാസം ഖുറാനിലുണ്ട്. അങ്ങനെ പിന്നെ ഊതുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്രയും ആളുകൾക്ക് ജീവൻ കിട്ടുന്നത്. അതൊരു അന്ധവിശ്വാസമാണ്. കാരണം ഒരു മനുഷ്യൻ ഗർഭാശയത്തിൽ വരുമ്പോൾ എപ്പോഴാണ് അയാൾക്ക് ജീവൻ ആരംഭിക്കുന്നത്? ആൺപെൺ ബീജങ്ങൾ സംയോജിക്കുന്ന ആദിമ നിമിഷത്തിൽ ആൺബീജത്തിനും പെൺബീജത്തിനും ജീവനുണ്ട്. അവ ഗർഭാശയത്തിൽ എത്തുമ്പോൾ അപ്പോഴും ജീവനുണ്ട്. അവ സംയോജിപ്പിക്കുമ്പോഴും ജീവനുണ്ട്. വളരുമ്പോഴും ജീവനുണ്ട്. ഗർഭത്തിന് പുറത്തു വരുമ്പോഴും ജീവനുണ്ട്. ജീവനില്ലാത്തൊരവസ്ഥ ഏതാ?
എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം ജീവൻ എന്ന് പറയുന്നത് പദാർത്ഥപരമായ ഒരു തുടർച്ചയാണ്. എന്നിട്ട് അള്ളാഹു ഖുറാനിൽ പറയാണ്, ഇങ്ങനെ ജനനവേളയുടെ ഒരു 3 മാസം മുമ്പോ മറ്റാണെന്ന് ചില പണ്ഡിതന്മാരെ വ്യാഖ്യാനമുണ്ട്. പ്രസവത്തിൻ്റെ 3 മാസം മുമ്പ് മൂപ്പർ ഊതിയിട്ടാണ് അത്രേ ജീവൻ മനുഷ്യർക്ക് കിട്ടുന്നത്. മനുഷ്യർക്കെന്നല്ല, ആർക്കും ജീവൻ കിട്ടാൻ ആരും ഊതണ്ട, ആത്മാവിനെ കൊടുക്കും വേണ്ട. ആത്മാവില്ല, ആത്മാവ് ഒരു തികഞ്ഞ അന്ധവിശ്വാസമാണ്. ഞാനത് അങ്ങനെ പറയുമ്പോൾ അക്ബറിന് പിന്നെ അതിന് ഉത്തരം പറയേണ്ടി വരും, പിന്നെ സമയം പോവും. അതുകൊണ്ട് ഞാൻ ആത്മാവിൻ്റെ പരാമർശം ഇങ്ങനെ ബൈവേ വന്നു പോയതാണ്, സമയം നീണ്ടുപോകുന്നുള്ളൊരു പരാമർശത്തിലുണ്ട്. എന്തായാലും ശരി, ഈ ഊതിയിട്ട് ആത്മാവിനെ കൊടുത്ത് ജീവൻ കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ജീവനുള്ള ആദിമകോശത്തിൽ നിന്നാണ് ജീവൻ പിന്നീട് തുടർച്ചയായിട്ട് കടന്നു വരുന്നത്. ഇടവിട്ടിടക്കി ദൈവം ഇടപെടേണ്ട കാര്യമില്ല. ഇടപെടുന്നു എന്ന ഖുറാനിലെ പരാമർശം വസ്തുനിഷ്ഠമല്ല. ഇവിടെ മാഷ് പറയുമ്പോഴും സുഹൃത്ത് പറഞ്ഞപ്പോഴും എല്ലാം ഉണ്ടായ ഒരു അബദ്ധം, ജീവനും ആത്മാവുമായി പരസ്പരം മാറി എന്നുള്ളതാണ്. ജീവൻ എന്നുള്ളത് ഇവിടെ പറഞ്ഞതുപോലെ കോശത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. എന്നാൽ ആത്മാവ് പടച്ചതമ്പുരാന്റെ പ്രത്യേകമായ ദാനമാണ്. മനുഷ്യന്റെ കാര്യത്തിലുള്ള പടച്ചതമ്പുരാന്റെ പ്രത്യേകമായ ദാനമാണ് ആത്മാവ്. അതിനെക്കുറിച്ച് പടച്ചതമ്പുരാൻ ആദമിൽ ഊതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പടച്ചവൻ ഊതാം, പടച്ചവന് ഊതാത്തനെ ഉണ്ടാക്കിക്കൂടെ? ഉണ്ടാക്കാം. തെങ്ങില്ലാത്തനെ പടച്ചവന് തേങ്ങ ഉണ്ടാക്കിക്കൂടെ? പടച്ചവന് മാവില്ലാത്തനെ മാങ്ങ ഉണ്ടാക്കിക്കൂടെ? ഇങ്ങനെ ചോദ്യം ചോദിക്കാം. പടച്ചവൻ ഒരു കാര്യത്തിനൊരു ക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ക്രമം നമുക്ക് ചിലത് മനസ്സിലാക്കാൻ കഴിയും, ചിലത് മനസ്സിലാക്കാൻ കഴിഞ്ഞോളുന്നില്ല. എല്ലാ കാര്യങ്ങളും യുക്തിപരമായി മനസ്സിലാക്കാൻ സാധ്യമല്ല എന്ന് യുക്തിവാദികൾ തന്നെ പറയുന്നതാണ്. ഞാൻ പറഞ്ഞു നേരത്തെ, മനുഷ്യബന്ധങ്ങൾ യുക്തിവാദ പഠനത്തിലൂടെ എന്ന പുസ്തകത്തിൽ ഡോക്ടർ ലാസർ തേർമഠം വളരെ കൃത്യമായി പറയുന്നു. അത് ഞാൻ വായിക്കുന്നില്ല, വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, പടച്ച തമ്പുരാൻ ആ മനുഷ്യന്റെ സൃഷ്ടിയിൽ നിശ്ചയിച്ച ക്രമം അതാണ്. മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കാനും പ്രത്യേകമായ ആത്മാവിനെ അവന് നൽകുവാനും ഊതുവാനും തന്നെയാണ് നിശ്ചയിച്ചത്. പിന്നീട് പടച്ച തമ്പുരാൻ എന്റെയും നിങ്ങളുടെയും കാര്യത്തിൽ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് അവന്റെ പ്രത്യേക ദാനമായ ആത്മാവ് നൽകുന്നുണ്ട്. അവന്റെ പ്രത്യേക ദാനമായ ആത്മാവാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. കേവലമായ ജൈവ പ്രക്രിയയിൽ നിന്നപ്പുറത്ത് നന്മ തിന്മകൾ തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും അങ്ങനെ നന്മ ചെയ്തുകൊണ്ട് ഉന്നതനോ അല്ലെങ്കിൽ തിന്മ ചെയ്തുകൊണ്ട് അധമനോ ആകുവാനുള്ള മനുഷ്യന്റെ സവിശേഷത നൽകുന്നത് ഈ ആത്മീയമായ അസ്തിത്വം വഴിയാണ്. ഇതാണ് ഖുർആൻ സൂചിപ്പിക്കുന്ന കാര്യം. ആത്മാവ് സ്വാഭാവികമായിട്ടും അംഗീകരിക്കുകയാണെങ്കിൽ ഭൗതികവാദികളും നമ്മൾ തമ്മിൽ പിന്നീട് ബന്ധം പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. ആത്മാവ് മിഥ്യയാണെന്ന് പറഞ്ഞിട്ട് മാഷ് പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവനെയല്ല ഊതിയിട്ടുള്ളത്, മറിച്ച് ആത്മാവിനെയാണ്. ആത്മാവ് മനുഷ്യനുള്ള പ്രത്യേകമായ പടച്ചതമ്പുരാന്റെ ദാനമാണ്. ആ ദാനം എല്ലാവർക്കും നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം. പക്ഷേ ഞാൻ പറഞ്ഞത് ആദിമ മനുഷ്യന്റെ കാര്യത്തിൽ ആണ് പ്രത്യേകമായ രൂപം സൃഷ്ടിക്കുകയും എന്നിട്ട് നൽകുകയും ചെയ്തത്. ജീവൻ എന്നുള്ളത് കോശവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഭാസമാണ്. ആ ജീവൻ കോശം ചാകാത്തിടത്തോളം കാലം ജീവൻ നിലനിൽക്കും. നമുക്കറിയാം, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് കണ്ണ് ദാനം ചെയ്യാൻ കഴിയും, വൃക്ക ദാനം ചെയ്യാൻ കഴിയും. എന്തുകൊണ്ടാണ്? അതിലുള്ള ജീവൻ നിലനിൽക്കുന്നതുകൊണ്ടാണ്. മരണപ്പെട്ട് ഏതാനും സമയം കഴിയുമ്പോൾ ആ കോശങ്ങളുടെ ജീവൻ പോകുമ്പോൾ പിന്നീട് നമുക്കതിന് കഴിയില്ല. കോശത്തില് നിലനിൽക്കുന്ന ഒരു ഭൗതിക പ്രതിഭാസമാണ് ജീവൻ. പക്ഷേ ആ ജീവൻ ഭൗതിക പ്രതിഭാസമാണ് എന്നുള്ളത് കൊണ്ട് സൃഷ്ടികർത്താവായ തമ്പുരാൻ അവന്റെ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടല്ല ഉണ്ടായത് എന്ന് പറയാൻ സാധ്യമല്ല. അതിന് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരിക്കലും ഭൂമിയിൽ ജീവൻ ഉണ്ടാവുക സാധ്യമല്ല എന്നുള്ള കാര്യം. അടുത്ത ചോദ്യം. എൻ്റെ പേര് ഫൈസൽ. എനിക്ക് ചോദിക്കാനുള്ളത് കലാനാഥൻ മാസ്റ്ററിനോടാണ്. അദ്ദേഹത്തിൻ്റെ ചില ഗ്രന്ഥങ്ങൾ വായിച്ചപ്പോൾ ഇങ്ങനൊരു പരാമർശം കാണാനിടയായി. ഇസ്ലാമിലെ ദൈവം ശരീരരൂപിയാണ് എന്ന ഒരു പരാമർശം. അത് ഇസ്ലാമിൻ്റെ മൂലക പ്രമാണമായ ഖുർആനിൽ നിന്നോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നും ആണോ എന്നൊന്ന് വിശദീകരിച്ചു എന്നാൽ കൊള്ളാമായിരുന്നു. ഇസ്ലാമിലെ ദൈവം ശരീരരൂപിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ കലാനാഥൻ മാസ്റ്ററിന്റെ ചില ഗ്രന്ഥത്തിൽ കാണാനിടയായി. അത് അദ്ദേഹം മനസ്സിലാക്കിയത് ഇസ്ലാമിക പ്രമാണമായ ഖുർആനിൽ നിന്നോ പ്രവാചക റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നോ ആണ് എന്നൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു. ഖുറാനിൽ ദൈവത്തെക്കുറിച്ച് പരാമർശിക്കുന്ന എല്ലാ സന്ദർഭത്തിലും അവൻ ഹി എന്ന ആൺ ലിംഗ രൂപത്തിലാണ് പരാമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ രൂപം അയാൾക്കുണ്ട് എന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ ഇറ്റ് എന്ന് പ്രയോഗിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ എവിടെയും കാണുന്നില്ല. മറ്റു പരാമർശങ്ങളൊന്നും അതിനാവശ്യമില്ല.
മാഷ് വളരെ സമർത്ഥമായിട്ടായിരുന്നു ഒഴിഞ്ഞു മാറിയെന്ന് എനിക്ക് തോന്നണേ. എന്താന്ന് വെച്ചാൽ മാഷ് അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങളിൽ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്, ഈ പിന്നെ നിങ്ങളെ പുസ്തകം തന്നെയുള്ള കാര്യമായിട്ടുള്ളത് ഈ രണ്ട് പുസ്തകത്തിലും മതം സാമൂഹ്യ പുരോഗതിയുടെ ശത്രു, അതേപോലെ തന്നെ ജീവപരിണാമം സൃഷ്ടിവാദവും എന്ന് പറഞ്ഞ പുസ്തകങ്ങളിൽ അദ്ദേഹം പരിശുദ്ധ ഖുർആൻ ഒരു വചനം ധരിച്ചിട്ട്, അതായിരിക്കും സുഹൃത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നത്. തന്നെയാണോ? ജീവപരിണാമമാണോ? ജീവപരിണാമം. ജീവപരിണാമം എന്ന പുസ്തകത്തിൽ കാണാൻ കഴിയും, ഈ രണ്ട് പുസ്തകത്തിലുണ്ട്. മനുഷ്യനും ദൈവവും തമ്മിലുള്ള രൂപസാമ്യത എന്താണെന്നോ, ഖുർആനിലെ 3-ാമത്തെ അധ്യായം 59-ാമത്തെ വചനം, ലോ ദ ലൈക്നെസ് ഓഫ് ജീസസ് വിത്ത് അല്ലാഹ് ഈസ് ദ ലൈക്നെസ് ഓഫ് ആദം, ഹി ക്രിയേറ്റഡ് ഹിം ഫ്രം ഡസ്റ്റ്. ഖുർആൻ മനുഷ്യനെ അള്ളാഹു രൂപപ്പെടുത്തിയ ചിത്രമാണിത്. അള്ളാഹുവിൻ്റെ രൂപം മനുഷ്യാകാരമാണതാണ് ഈ വാക്കിലെ സൂചന. പ്രത്യേക സൃഷ്ടിവാദത്തിലുള്ള വ്യക്തമായ തെളിവ് തന്നെയെന്നാണ് ഇത്. സത്യത്തിൽ യുക്തിവാദികളുടെ വളരെ തിരക്ക് പിടിച്ച അന്വേഷണത്തിനുള്ള ഒരു അതിൽ നിന്ന് പറ്റുന്ന അബദ്ധത്തിനുള്ളൊരു തെളിവാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരു വചനമില്ല. ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 59-ാമത്തെ വചനം, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസല ആദം എന്നാണ്. എൻ്റെ അടുക്കൽ ആദമിൻ്റെ ഈസയുടെ ഉദാഹരണം ആദമിനെ പോലെയാണ്, എൻ്റെ അടുക്കൽ എന്നാണ്. ഇത് പിക്താളിൻ്റെ ട്രാൻസ്ലേഷൻ, സാറിന് പറ്റിയ ഒരു അബദ്ധമാണ്. പിക്താളിൻ്റെ ട്രാൻസ്ലേഷനിൽ, പിക്താളിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ലൈക്നെസ് ഓഫ് ജീസസ് ഈസ് ലൈക്നെസ് ഓഫ് ജീസസ് വിത്ത് അല്ലാ ഈസ് ലൈക്നെസ് ഓഫ് ആദം. അപ്പൊ വിത്ത് അല്ലാ എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി, എന്താ വിത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായിട്ടുള്ള താരതമ്യമാണ്. വിത്ത് അല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ, ഇൻദല്ലാ എന്നുള്ള അർത്ഥത്തിലാണ്. അത് മലയാളത്തിൽ ഒരു പരിഭാഷ നോക്കിയാൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഖുർആനെതിരിൽ എവിടുന്നോ ഒന്ന് കണ്ട് അത് കിട്ടിയ പാടലെടുത്ത് ഉദ്ധരിച്ചു എന്നുള്ളതാണ് സത്യം. എന്തോന്ന് കിട്ടിയപ്പോൾ അത് ധൃതിയിലോ ധടുതിയിലോ ഉദ്ധരിച്ചു പോയി. ഉദ്ധരിച്ചപ്പോൾ അബദ്ധമായിരുന്നു. സത്യത്തിൽ ഖുർആനിൽ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. ഖുർആനിൽ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താണ്? ആദാമിന്റെ ഉദാഹരണമാണ് ഈസയുടെ ഉദാഹരണം എന്നാണ്. അത് ദൈവത്തിങ്കൽ, പടച്ച തമ്പുരാന്റെ അടുക്കൽ, പടച്ച തമ്പുരാനിങ്കൽ എന്നാണ്. ഇത് വിത്തല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി പടച്ച തമ്പുരാനുമായുള്ള സാദൃശ്യമാണ് എന്ന്. പലപ്പോഴും ആംഗലേയ ഭാഷ കൃത്യമായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ അങ്ങനെ ഒരു അബദ്ധം ഉണ്ടാകൂല. പക്ഷേ അദ്ദേഹം കിട്ടിയത് എവിടുന്നോ കിട്ടി, അവിടെ എടുത്ത് ഉദ്ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതവിശ്വാസികൾക്കെതിരെ എന്തെങ്കിലും ഒരു ആയുധം കിട്ടിയാൽ അത് എത്രത്തോളം ശരിയോ തെറ്റോ നോക്കാതെ, ഒരസി നോക്കാതെ അങ്ങോട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. MP പരമേശ്വരന്റെ നേരത്തെ പരാമർശം ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞല്ലോ, അതിന്റെ കാര്യം ഇതാണ്. പിന്നെ ഹി എന്ന് പ്രയോഗിച്ചത് എന്തിനാണ്? ഹി എന്ന് പ്രയോഗിച്ചത് ഹി എന്നുള്ള, അല്ലെങ്കിൽ അറബിയിൽ ഹുവ എന്നോ ഹു എന്നോ ഉള്ള പദത്തിന് ലിംഗഭേദമില്ല. ഇറ്റ് എന്ന് പറഞ്ഞാൽ അറബിയിൽ അങ്ങനെ, അറബി മാത്രമല്ല ഇംഗ്ലീഷിലായാലും പിന്നെ മലയാളത്തിലായാലും എല്ലാം അതിന് ജീവനില്ലാത്ത നിർജീവമായൊരു വസ്തുവിൻ്റെ ദ്യോതിപ്പിക്കാനാണ് പറയാ. ഭാഷക്ക് അതിൻ്റെതായ പരിമിതിയുണ്ട്. അറബി ഭാഷയിൽ പുരുഷലിംഗത്തിനും ലിംഗഭേദമില്ലാത്തതിനും നമ്മൾ ഭാഷാപരമായി പറയുമ്പോൾ നപുംസകലിംഗത്തിനും പറയുന്ന പ്രോനൗണാണ് ഹുവ എന്നോ ഹു എന്നോ ഉള്ള പ്രോനൗൺ. ഹ എന്നോ ഹിയ എന്നോ ഉള്ള പ്രോനൗൺസ് എന്തിനാ സ്ത്രീലിംഗത്തിന് മാത്രമേ ഉപയോഗിക്കൂ, ലിംഗഭേദത്തിന് ഉപയോഗിക്കില്ല. അല്ല, ലിംഗഭേദമില്ലായ്മക്ക് ഉപയോഗിക്കൂല. പടച്ച തമ്പുരാന്റെ ലിംഗമല്ല അവിടെ കാണിക്കുന്നത്, പടച്ച തമ്പുരാന്റെ അസ്തിത്വത്തെയാണ്. അതേസമയം അവൻ എന്ന് പറയുന്നത് പുരുഷ അതല്ല, അത് ഭാഷയുടെ പരിമിതിയാണ്. ഭാഷയിൽ പരിചയപ്പെടുത്തുമ്പോൾ ഭാഷയുടേതായ അവസ്ഥ വെച്ചാണ് പരിചയപ്പെടുത്തേണ്ടി വരും. ഭാഷയിൽ, അറബി ഭാഷയിൽ ലിംഗ വ്യത്യാസത്തിനും അതേപോലെ തന്നെ നപുംസലിംഗത്തിനും അതേപോലെ തന്നെ പുരുഷലിംഗത്തിനും ഒരേപോലെ പറയുന്ന പ്രോനൗണാണ് ഇത് എന്ന് മനസ്സിലാക്കുക. അതല്ലാതെ പുരുഷൻ എന്നുള്ള അർത്ഥത്തിലല്ല. അവൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക മനുഷ്യക്കോലുണ്ടോ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യക്കോലം ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പടച്ച തമ്പുരാന് എല്ലാ വിധത്തിലുള്ള മനുഷ്യന്റെ പരികൽപ്പനകൾക്കും അതീതമാണെന്ന് ഖുർആനിൽ നിരവധി തവണ പറയുന്നുണ്ട്. അലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പടച്ച തമ്പുരാനെ പരിചയപ്പെടുത്തുന്ന വളരെ വളരെ സരളമായ, വളരെ ചുരുങ്ങിയ പദങ്ങളിലുള്ള ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് 112-ാമത്തെ വചനത്തിൽ 4-ാമത്തെ വചനത്തിൽ പറയുന്നത് അവനെ ഈ പ്രപഞ്ചത്തിലെ യാതൊന്നുമായും താരതമ്യം ചെയ്യാൻ സാധ്യമല്ല എന്ന്, ഒന്നുമായി താരതമ്യം ചെയ്യാൻ സാധ്യമല്ല എന്ന്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവനെ കുറിച്ച് ഏതെങ്കിലും ജീവികളോ അല്ലെങ്കിൽ മനുഷ്യനായി താരതമ്യം ചെയ്യാവതല്ല. സുഹൃത്ത് ചോദിച്ച ചോദ്യം ഉണ്ടായിട്ടുള്ളത് ഈ അബദ്ധത്തിൽ നിന്നാണ്. അത് അടുത്ത പതിപ്പിൽ തിരുത്തണം എന്നാണ്, പിന്നെ തിരുത്തുന്നതാണ്.
നല്ലത് ഇനിയിപ്പോൾ നല്ലത് എന്ന് പറഞ്ഞാൽ ഭീഷണിയാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. നല്ലത് എന്നുള്ളത് പിന്നെ നമ്മുടെ പുസ്തകത്തിൻ്റെ ഗൗരവത്തെ കുറക്കുന്ന ഒരു പരാമർശമാണത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇത്തരൊരു അവസരമായതുകൊണ്ട് ഇസ്ലാമിലെ ദൈവസങ്കല്പം കൃത്യമായിട്ട് അദ്ദേഹം പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചപ്പോൾ. ഇസ്ലാമിൽ എന്താണ് പടച്ചവൻ, ഇസ്ലാമിലെ ദൈവത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ഞാൻ മനസ്സിലാക്കിയ രീതികൾ വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണ്. അള്ളാഹുവിനെ അറിയുക. അത് ഈ വേദിയുടെ താല്പര്യം എന്നുള്ള ആൾക്ക് അദ്ദേഹത്തുമായി പങ്കിടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്, അദ്ദേഹത്തിന് നൽകുക. അടുത്ത ചോദ്യം ഞാൻ പിടിച്ചോട്ടെ, എനിക്കൊരേതം കിട്ടും. എൻ്റെ ചോദ്യം അക്ബർ സാറിനോടാണ്. എൻ്റെ പേര് ശ്രീജിത്ത്, സ്ഥലം വടകര. വർത്തമാന കാലവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇസ്ലാമിലെ ദൈവം എന്ന സങ്കല്പം രക്ഷകനായിട്ട് അവതരിക്കുന്നു. അപ്പോൾ ഗുജറാത്തിലും ഇറാഖിലുമൊക്കെ ആയിരക്കണക്കിന് മനുഷ്യപാവങ്ങൾ കുരുതി കയക്കപ്പെടുന്നു. ഇവർക്കുള്ള നീതി ഈ ഭൗതിക ലോകത്തുനിന്ന് ലഭിക്കുമോ? നിങ്ങളുടെ മറുപടി എന്തായാലും ഇവർക്കുള്ള നീതി പരലോകത്തുനിന്ന് കിട്ടും. ഭൗതിക ലോകത്ത് ഇവർക്ക് എന്ത് നീതിയാണ് ഉള്ളത്? ദൈവം നീതിമാനാണെങ്കിൽ ഭൗതിക ലോകത്ത് ഗുജറാത്തിലും അതേപോലെയുള്ള പല സ്ഥലങ്ങളിലും മരിച്ച ആളുകൾക്ക് എന്ത് നീതിയാണുള്ളതെന്ന്. പഠിച്ചവൻ നീതിമാനാണ് എന്ന് പറയുന്ന ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു കാര്യം മരണാനന്തര ജീവിതം കൂടി ഉണ്ടെന്നാണ്. അത് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ. മരണാനന്തര ജീവിതം ഉണ്ട് എന്നും ആ മരണാനന്തര ജീവിതത്തിലാണ് കർമ്മത്തിന്റെ സമ്പൂർണമായ പ്രതിഫലം ഉള്ളത് എന്നുമാണ് വ്യക്തം. ദൈവം രക്ഷകനല്ല, ദൈവം തന്നെ ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുക. എങ്കിൽ അവരുടെ നീതി എന്താണ്? എങ്കിൽ അവർ ഈ പീഡനവും പ്രയാസവും സഹിച്ച് മരണപ്പെട്ട്, അല്ലെങ്കിൽ നമ്മൾ വേണ്ട അവർ ആരെങ്കിലും കൊന്നാന്നെങ്കിലും വിചാരിക്കുക, അല്ലാതെ നല്ല ഒരു നാളേക്കു വേണ്ടി പടപൊരുതി മരിച്ച രക്തസാക്ഷികളെ കുറിച്ച് നമുക്കറിയാം അല്ലേ? ഈ ഭൂമിയിൽ സ്വർഗം പണിയുവാൻ വേണ്ടി മരണപ്പെട്ട ആളുകളെ കുറിച്ച് നമുക്കറിയാം. നഷ്ടപ്പെടുവാനോ ഒന്നും കൈവിലങ്ങുകളല്ലാതെ കിട്ടുവാനുള്ളതോ നല്ലൊരു ലോകം എന്ന് പറഞ്ഞ ആവേശ തിമിർപ്പോടുകൂടി വെടിയുണ്ടകൾക്ക് നേരെ വിരുമാറ് കാണിച്ച രക്തസാക്ഷികളെ നമുക്കറിയാം. അവരുടെ എല്ലാവരുടെയും ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാകൂലല്ലോ. തീർച്ചയായും അങ്ങനെ അവർക്ക് എന്ത് ലഭിച്ചു? ഭൗതികവാദ വീക്ഷണത്തിന് എന്ത് ലഭിച്ചു? തീർച്ചയായും ഒന്നുമില്ല. അപ്പോൾ ഈ പ്രകൃതി തന്നെ എന്ത് ഈ നീതിരഹിതമാണെന്ന് പറയേണ്ടി വരും. യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന അങ്ങനെയല്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് സൃഷ്ടാവായ തമ്പുരാൻ, ആ സൃഷ്ടാവായ തമ്പുരാൻ പറഞ്ഞ പ്രകാരം ജീവിക്കുക. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സ്വാഭാവികമായും ഉണ്ടാകുന്ന പീഡനങ്ങളുടെ പ്രയാസങ്ങളുടെ അവസ്ഥകൾ ഉണ്ടാകും. ചിലപ്പോൾ സമൂഹത്തിൽ നിന്ന് പീഡനം ഉണ്ടാകാം. ചിലപ്പോൾ നമ്മൾ സമൂഹത്തിന് നന്മ ചെയ്തു കൊടുത്താൽ സമൂഹം അതിനെ തിന്മയായി കാണുന്ന അവസ്ഥ ഉണ്ടാകാം. നമ്മൾ സമൂഹത്തെ സേവിച്ചാലും സമൂഹം ചിലപ്പോൾ തിരിഞ്ഞ് നമുക്ക് നേരെ തുപ്പുന്ന അവസ്ഥയുണ്ടാകാം. ചിലപ്പോൾ ജീവിതത്തിന്റെ നൈരാശ്യത്തിന്റെ രംഗത്ത് ഒരു എത്തും പിടിയും കാണാതെ ആത്മഹത്യ മാത്രം മുന്നിൽ കാണുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകാം. ഇത്തരം അവസ്ഥകളിലെല്ലാം ഇല്ല, നിനക്ക് രക്ഷയുണ്ട് എന്നും പടച്ച തമ്പുരാൻ അവന്റെ വിധിവിലക്കുകൾ പ്രകാരമാണ് നിന്റെ ജീവിതമെങ്കിൽ ഈ ഉണ്ടാകുന്ന പ്രതിസന്ധി പോലും നിനക്ക് ആത്യന്തികമായി നന്മയായിരിക്കും എന്നുമുള്ള വിശ്വാസമാണ് ഇസ്ലാം മനുഷ്യന് നൽകുന്നത്. അതുവഴി അവന് ലഭിക്കുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. ആ ആത്മവിശ്വാസം അവന് നിലനിൽക്കാൻ, ഏത് പ്രതിസന്ധിക്ക് മുന്നിലും നിലനിൽക്കുവാനുള്ള ശക്തിയും കരുത്തും നൽകുന്നു. ആ ആത്മവിശ്വാസം വിശ്വാസത്തിന്റെ സ്വാഭാവികമായ ഉപോൽപ്പന്ന. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കർമ്മങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാവുകയും ആ കർമ്മകാണ്ഡം കൃത്യമായി അനുഷ്ഠിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്താൽ പിന്നീടുണ്ടാകുന്ന പ്രതിസന്ധികൾ, ആ കർമ്മകാണ്ഡം അനുസരിച്ച് പോകണം. പിന്നീടുണ്ടാകുന്ന പ്രതിസന്ധികളിൽ ചിലപ്പോൾ നമുക്ക് പ്രതിസന്ധിയായി അനുഭവപ്പെടാമെങ്കിലും അത് ആത്യന്തികമായി നന്മയാകും. ഇവിടെ നന്മയല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിലെങ്കിലും നന്മയാകും എന്നുള്ളതാണ് ഇസ്ലാമിന്റെ തത്വം. അതുകൊണ്ട് തന്നെ നീതി എന്നുള്ളത് പൂർണ്ണമായി സാക്ഷാത്കരിക്കപ്പെടുന്നത് മരണാനന്തര ജീവിതത്തിലാണ് എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇവിടെ വളരെ പ്രധാനമായ പ്രശ്നം, ഇഹലോക ജീവിതത്തിൽ സുരക്ഷിതത്വം നൽകാത്ത ദൈവം
പരലോകത്തിൽ അത് നൽകും എന്ന ഉറപ്പാണ് എം അക്ബറിനുള്ളത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ തന്നെ നീതി പുലർത്താൻ കഴിയാത്ത ഒരു ദൈവം പരലോകത്തിൽ പിന്നെ നീതി പുലർത്താൻ ഇടയുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ട് ആ വിഷയം സത്യത്തിൽ ഇവിടുത്തെ ദൈവത്തിൻ്റെ ഇടപെടൽ നോക്കിയിട്ടാണ് അവിടുത്തെ ദൈവം എങ്ങനെ പെരുമാറുമെന്ന് ഊഹിക്കാൻ കഴിയുക. യുക്തിയുള്ള മനുഷ്യൻ്റെ സ്വഭാവവിശേഷം അങ്ങനെയാണ് വിലയിരുത്തൽ. ഒന്ന്. രണ്ടാമത്, മരണാനന്തര ജീവിതം ഒരു മിഥ്യയാണ്. അത് ചരിത്രപരമായ ഒരു മിഥ്യയാണ്. മരണം ജൈവശരീരത്തിൻ്റെ പൂർണ്ണ നാശമാണ്. അതിനുശേഷം വല്ല അംശങ്ങളും നിർത്തണമെങ്കിൽ ആ അവയവങ്ങൾ ആദ്യം തന്നെ വെട്ടിമാറ്റി കേടുപറ്റാത്ത സന്ദർഭത്തിൽ അതിനുള്ള സാഹചര്യമുണ്ടാക്കി സംരക്ഷിക്കണം. അങ്ങനെ നിർത്താൻ കഴിയും. നേരത്തെ അക്ബർ പറഞ്ഞതുപോലെ മരണം എന്ന് പറയുന്നത് ശരിക്ക് ജീവൻ എന്ന് പറയുന്ന പ്രതിഭാസത്തിൽ നിന്ന് ഈ ആത്മാവെന്ന പ്രതിഭാസം വിട്ടുപോകുന്നതാണ് മരണം. അക്ബർ നേരത്തെ പറഞ്ഞ അത് രണ്ടും രണ്ടാണ്. അല്ല, ജീവൻ എന്നതിന് ഒരു മനുഷ്യ ശരീരത്തിൽ ജീവൻ ഉണ്ടാകണമെങ്കിൽ ആ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ഊതി എത്തണം. ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ജീവലക്ഷണം കാണുകയുള്ളൂ. ഈ കാര്യം കൂടുതൽ വളരെ വ്യക്തമായി ഹിന്ദു തത്വപണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വസ്ത്രം മാറുന്നത് പോലെയാണ് ആത്മാവ് കുപ്പായം ശരീരം മാറുന്നതെന്നാണ് ഹിന്ദു ഗീതയിലെ ഒരു പ്രധാന ശ്ലോകം. അപ്പം അത് കാണിക്കുന്നത് ആത്മാവ് ശരീരത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ജീവൻ കിട്ടുന്നു. അതാണ് ആ ഊതൽ പ്രക്രിയ പറഞ്ഞത്. ആത്മാവ് നിങ്ങളുടെ ശരീരത്തിൽ പോകുന്നത് മരണവേളയിലാണ്, അതോടുകൂടി മരിക്കുന്നു. അപ്പം മരണവേളയിൽ ആത്മാവ് പുറത്തു പോകുന്നു എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ജനനവേളയിൽ ഒരു ആത്മാവ് നമ്മളെ ശരീരത്തിൽ പ്രവേശിക്കേണ്ടതില്ല ജീവൻ കിട്ടാൻ. അത് ഞാൻ നേരത്തെ വിശദീകരിച്ചു. ജനനവേളയിൽ അകത്ത് കടക്കാത്ത ഒരാത്മാവ് മരണവേളയിൽ പുറത്തു പോകാൻ നിവൃത്തിയില്ല. മരണാനന്തരം ഒരാത്മാവ് പുറത്തു പോകുന്നില്ല. പരലോകം ഉണ്ടെങ്കിൽ തന്നെ, അത് നരകവും സ്വർഗവും ഉണ്ടെങ്കിൽ തന്നെ മരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഒരാത്മാവിന് പരലോകത്തിലെത്താൻ കഴിയില്ല. അഥവാ ദൈവം അവിടെ അത് രണ്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം മേലോട്ട് നോക്കിയിരിക്കുകയായിരിക്കും, അവിടെ ആളെ കിട്ടൂല. മനുഷ്യൻ്റെ ജൈവശരീരത്തിൻ്റെ അടിസ്ഥാന തത്വം കാണിക്കുന്നത് മരണാനന്തര ജീവിതം ഉണ്ടെങ്കിലും അവിടെ പോകാനുള്ള ഒരു ഏജൻസി ശരീരത്തിൽ നിന്ന് വിട്ടുപോകാനില്ല എന്നതാണ്. അത് ശരിയാണെങ്കിൽ പിന്നെ ദൈവം ചെയ്യേണ്ടത് എന്താണ്? ഇഹലോകത്തിൽ സുരക്ഷിതത്വം ഉറപ്പാക്കി കൊടുക്കണം. ഇപ്പോൾ ഇറാഖിലെ സ്ഥിതി എന്താ? അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ ഭീകരമായ ആയുധങ്ങൾ കൊണ്ട് നൂറുകണക്കിന് ആളുകൾ മരിച്ചു വീഴുക. അവർക്കൊക്കെ പരലോകത്തിൽ സഹായം ചെയ്യാമെന്ന് പറയുന്നത് കഷ്ടമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതൊരു ക്രൂരതയാണ്. ഗതികെട്ട മനുഷ്യനെ ഇവിടെ സഹായിക്കാൻ കഴിയാത്ത ഒരു ദൈവം പിന്നെ അവിടെ ചെന്നാൽ ഗതികേടൊക്കെ തീർന്നതിൻ്റെ ശേഷം അവിടെ ചെന്നാൽ സഹായിക്കാൻ സന്മനസ് കാണിക്കുമെങ്കിൽ അത് നമ്മുടെ രാഷ്ട്രീയ മന്ത്രിമാരെ നിലവാരമാണ് ആ ദൈവത്തിനുള്ളത്. അങ്ങനെയാണ് നമ്മളെ മന്ത്രിമാർ. ഇപ്പോൾ അവിടെ മാറാടിലൊരു ഇവിടെ ഒരു കോളനിയിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ എന്താ മന്ത്രി വന്നിട്ട് അവിടെ ജനകീയതയെക്കുറിച്ച് സംസാരിക്കുന്നത്? ഇയാൾക്ക് എന്തേ പണി അതിൻ്റെ മുമ്പ്? കേൾക്കുമെന്ന് ഈ മന്ത്രിയുടെ നിലവാരമാണ് ദൈവം ഈ കാര്യത്തിലുള്ള സമീപനത്തിൽ കാണിക്കുന്നത്. അതൊരു ശരിയായ രീതിയല്ല. പിന്നെ നമ്മൾ ദൈവം പറഞ്ഞതുപോലെ ജീവിച്ചാലേ അവിടെ പ്രതിഫലം കിട്ടുള്ളൂ. അപ്പം എനിക്കൊക്കെയോ അത് ദൈവം പറയേണ്ട ഒരു ഉത്തരമാണ്. അക്ബർ പറഞ്ഞാലും തെറ്റില്ല. എനിക്ക് മരണാനന്തരം ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് മാത്രം നരകത്ത് പോണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് ദൈവം കാണിക്കുന്ന ഏറ്റവും വലിയ നിഷ്ഠൂരതയും സദാചാര ശൂന്യതയുമാണ്. എൻ്റെ ജീവിതത്തിൽ പരമാവധി നീതി പുലർത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ശുദ്ധി ജീവിച്ചിട്ടുണ്ട്. ഇസ്ലാമിനെ വിമർശിച്ചു, അല്ലെങ്കിൽ മുസ്ലിം ക്രിസ്ത്യാനിയെ വിമർശിച്ചു എന്നുള്ളത് സത്യം തന്നെ. കാരണം എൻ്റെ ഉത്തമ വിശ്വാസം അതാണ്. സത്യത്തിന് വേണ്ടി വാദിക്കുന്നത് ഞാനാണ്. ആ സത്യത്തിന് വേണ്ടി വാദിച്ച കുറ്റത്തിന് എന്നെ ആ ഒറ്റ കുറ്റത്തിന് അവിടെ ശിക്ഷിക്കാൻ പറ്റുമോ? അപ്പോൾ അതൊരു ഭീഷണിയല്ലേ? ആ ഭീഷണിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നു എങ്ങനെ? ആത്മാവില്ല എന്നുള്ള സംതൃപ്തിയിലൂടെ. അത് ശാസ്ത്രീയമായ സത്യമായതുകൊണ്ട്. അതുകൊണ്ട് എല്ലാ വിശ്വാസികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് ആത്മാവില്ല. നരകം ഉണ്ടെങ്കിൽ തന്നെ ആരും അവിടെ എത്തൂല എന്ന് കരുതി ഒരു കാര്യം കൂടി, നിങ്ങൾ വികൃതി കളിക്കാൻ പാടുണ്ടോ? ഉടനെ ഇതിനുള്ളൊരു മറുപടി സദാചാരവാദമാണ്. നമ്മുടെ ജീവിതത്തിൽ മൂല്യങ്ങൾ പാലിക്കണ്ടേ? തീർച്ചയായിട്ടും നമ്മൾ മൂല്യങ്ങൾ പാലിക്കണം. നാം മൂല്യങ്ങൾ പാലിക്കുന്നത് ദൈവത്തിനെ പ്രീതിപ്പെടുത്താനാകരുത്. അതൊരു എന്താ ഫലേച്ഛയുള്ള പ്രവർത്തനമാണ്. അത് തരംതാണതാണ്. നമ്മൾ നീതി പുലർത്തേണ്ടത് നമ്മളെപ്പോലുള്ള മനുഷ്യനെ സഹായിക്കാനാണ്. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ ഇവിടെ വയറ് നിറയെ ഉണ്ണുന്നവൻ ഇസ്ലാമല്ല എന്ന് പറയുമ്പോൾ അതിലടങ്ങുന്ന ആശയം മനുഷ്യത്വം നിങ്ങൾക്ക് പരമാവധി വേണമെന്നാണ്. 25 നിസ്കാരം നടത്തിയിട്ട് എന്താ പട്ടിണി കിടക്കുന്നവനെ സഹായിക്കാതെ വീമ്പടിച്ച് നടക്കുന്ന ഒരു ഇസ്ലാമല്ല എന്നല്ലേ വാചകത്തിൻ്റെ അർത്ഥം? അത് എല്ലാ സന്ദർഭങ്ങളിലും അതിനെ വ്യാഖ്യാനിച്ച് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. ഈ വാചകം പറയുമ്പോൾ മാത്രം മാനുഷികത, അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ല എന്നുള്ള മട്ട് വരാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരു സാമൂഹ്യ ജീവിതത്തിലെ മനുഷ്യൻ്റെ ത്യാഗത്തിന് ഗുണത്തിന് വേണ്ടി വിപ്ലവ കർമ്മങ്ങൾ നടത്തി മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി വിപ്ലവാനന്തര കർമ്മവും നടത്തി മരിച്ചു പോകുന്ന ആളുകൾക്കും സത്യത്തിൽ തൻ്റെ സഹോദരനെ ആത്മാർത്ഥമായി സഹായിച്ചു എന്ന് പറയുന്ന അതീവ സുന്ദരമായ ഭൗതികമായ യാഥാർത്ഥ്യത്തിൽ അധിഷ്ഠിതമായ ഒരു സംതൃപ്തിയുണ്ട്. പക്ഷേ മതവിശ്വാസിക്കോ ആ സംതൃപ്തി യാഥാർത്ഥ്യമല്ല. ഇല്ലാത്ത പരലോകത്തിൽ ഇല്ലാത്ത സംതൃപ്തി കിട്ടുമെന്ന് കരുതുന്ന ആ മിഥ്യാസംതൃപ്തിയേക്കാൾ ഇഹലോകത്തിലെ യഥാർത്ഥത്തിലുള്ള പരസ്പര സ്നേഹത്തിൻ്റെ സംതൃപ്തിയാണ് മനുഷ്യൻ പ്രതീക്ഷിക്കേണ്ടത്. അതിൻ്റെ അപ്പുറം നമ്മൾ പ്രതീക്ഷിക്കരുതെന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്.
ഇപ്പോൾ മനസ്സിലായി ആത്മാവിനെ കുറിച്ചുള്ള ഇസ്ലാമിക സങ്കല്പം ഒന്നും മാഷ് പഠിക്കാതെയാണ് ആത്മാവിനെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് എഴുതിയത് എന്ന്. കാരണം ഇസ്ലാം ആത്മാവിനെ കുറിച്ച് പറയുന്നത് ഹൈന്ദവ സങ്കല്പമേ അല്ല. ആത്മാവും ജീവനും ഒന്നാണ് എന്നോ അല്ലെങ്കിൽ ആത്മാവിനെ പിന്തുടർന്നാണ് ജീവൻ എന്നോ ഉള്ള സങ്കല്പം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഉറക്കത്തിന്റെ സമയത്ത് പോലും ആത്മാവ് പടച്ച തമ്പുരാൻ ഏറ്റെടുക്കുന്നു എന്നാണ് ഇസ്ലാം പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഉറക്കത്തിന്റെ സമയത്ത് ജീവൻ പൂർണ്ണമായി ശരീരത്തിൽ നിലനിൽക്കുന്നുണ്ട്. അവിടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാന്റെ പ്രത്യേകമായ ദാനമാണ്. അതും ജീവനും തമ്മിലുള്ള ബന്ധം മരണത്തിന്റെ സമയത്തോ അല്ലെങ്കിൽ ജീവൻ നൽകുന്ന സമയത്തോ ഉള്ള ബന്ധങ്ങളുണ്ട്, ബന്ധങ്ങളില്ല എന്നല്ല. മറിച്ച് ഈ പറഞ്ഞ പോലെ ഹൈന്ദവ സങ്കല്പങ്ങളല്ല. പിന്നെ പരലോകം ഇല്ല എന്ന് കണ്ണടച്ച് നിഷേധിക്കാം. കണ്ണടച്ച് നിഷേധിച്ചുകൊണ്ടൊരു വസ്തുത ഇല്ലാതാവില്ല. നമ്മൾ പഠിക്കണം. മാഷിപ്പോ ഖുർആനിലെ ആയത്തുകൊണ്ട് പഠിച്ചത് നമ്മൾ കണ്ടല്ലോ. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് കണ്ടപ്പോഴേക്ക് അതിനുള്ള ട്രാൻസ്ലേഷൻ കണ്ടപ്പോഴേക്ക് മാഷ് പഠിച്ചതെന്താ? പിന്നെ ആദമും പിന്നെ യേശുവും അടച്ചോനല്ല ഒരേ കോലത്തിലുള്ളതെന്നാണ്. ഇതേപോലെയല്ല നമ്മൾ പഠിക്കേണ്ടത്. കൃത്യമായി വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പഠിക്കണം. പിന്നെ മാച്ചു പറഞ്ഞു പരലോകത്തിൽ എൻ്റെ അവസ്ഥ എന്താണ്? ഈ രൂപത്തിൽ തന്നെയാണ്, ദൈവനിഷേധിയാണ് എങ്കിൽ തീർച്ചയായും നരകലോകമാണ് നിങ്ങളുടെ അവസ്ഥ, ഒരു സംശയവും വേണ്ട. എന്തുകൊണ്ടെന്നാൽ അത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉണ്ടാകാം. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മാഷ് സൃഷ്ടിച്ചു വിടുന്നത് പതിനായിരക്കണക്കിന് അങ്ങനെ തന്നെ പറയട്ടെ, നമ്മുടെ പ്രവർത്തനത്തിന്റെ ഇമ്പാക്ട് എന്താണെന്ന് നമുക്കറിയില്ല. നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാകുന്ന എല്ലാ കർമ്മങ്ങളെയും എല്ലാ സാഹചര്യങ്ങളെയും കൃത്യമായി അറിയുന്ന പടച്ച തമ്പുരാനാണ് അവിടെ പ്രതിഫലം നിശ്ചയിക്കുന്നത്. നമ്മുടെ കർമ്മം, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആറ്റം ബോംബ് ഇടാൻ വേണ്ടി ഒരാൾ പിന്നെ ഒരു സ്വിച്ച് മാത്രം അമർത്തിയിട്ടുള്ള ഒരു നിമിഷം ചെയ്ത പ്രവർത്തനം തലമുറകളോളം നീണ്ടു നിൽക്കുന്ന തിന്മയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് അറിയാവുന്നതാണ്, കൃത്യമായി അറിയാവുന്ന കാര്യം. ഇതേപോലെ തന്നെ ദൈവനിഷേധത്തിൽ അധിഷ്ഠിതമായ ഭൗതികവാദ പ്രചരണം മനുഷ്യർ അധാർമികരാക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിച്ചിട്ട് കാര്യമില്ല. ഇത് ഭൗതികവാദ മാസികയും അതേപോലെ തന്നെ ഭൗതികവാദികളുടെ പുസ്തകങ്ങളുമാണ്. യുക്തിവാദിയുടെ സാമൂഹ്യ വീക്ഷണം ഏറ്റുമാനൂർ ഗോപാലൻ എഴുതിയ പുസ്തകം ഞാനൊന്ന് വായിക്കട്ടെ. മദ്യപിക്കരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത് തുടങ്ങിയ അരുതുകൾ മതപരമായ വിലക്കുകളാണ്. മതപരമായ അത്തരം വിലക്കുകൾ മതാനുയായികളെ ഉദ്ദേശിച്ചുണ്ടാക്കിയവയാണ്. അതിരുകളുടെ അതിര് ലംഘിക്കുന്നവർക്ക് സ്വർഗരാജ്യം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല നല്ല ശിക്ഷയും ലഭിക്കും. മരണാനന്തര ജീവിതം സുഖകരമായിരിക്കാൻ ഇത്തരം ചില വ്രതങ്ങൾ അനുഷ്ഠിക്കണമെന്നാണ് മതങ്ങൾ കൽപ്പിക്കുന്നത്. ഭൗതിക ജീവിതം മാത്രമേ ഉള്ളൂ എന്ന് കരുതുന്ന യുക്തിവാദികളും അതൊക്കെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പലർക്കും കഴിഞ്ഞെന്ന് വരികയില്ല. യുക്തിവാദികൾ പുകവലിച്ചതുകൊണ്ടോ മദ്യപിച്ചതുകൊണ്ടോ യാതൊരു തകരാറുമില്ല. മദ്യത്തിന്റെ ലഹരിയും പുകയുടെ വീര്യവും യുക്തിവാദത്തെ പുറത്തു ചാടിച്ച് കളയുമെന്ന് ഭയപ്പെടുന്നതിലും അർത്ഥമില്ല. മതത്തിൻ്റെതല്ല ധാർമ്മികത എന്ന് പറഞ്ഞല്ലോ. ഏറ്റുമാനൂർ ഗോപാലൻ എഴുതുന്ന അതേപോലെ തന്നെ യുക്തിവാദി പ്രചരണവേദി പുറത്തുവിടുന്ന പുസ്തകമാണ്. കഴിഞ്ഞില്ല, സാക്ഷാൽ യുക്തി വിചാരമാണിത്. യുക്തി വിചാരം കൃത്യമായി പറയുന്നു, ഉഭയസമ്മത പ്രകാരമുള്ള ഏതൊരു ലൈംഗിക ബന്ധത്തെയും നാം അംഗീകരിച്ചേ മതിയാകൂ. അതാണ് ശാസ്ത്രീയമായ നിലപാട്. ഇത് 2001 ജൂലൈ 2000 മാർച്ച് കൃത്യമായി പഠിപ്പിക്കുന്നു. ഉഭയസമ്മത പ്രകാരമുള്ള ഏതൊരു ലൈംഗിക ബന്ധത്തെയും യുക്തിവാദികൾ അംഗീകരിച്ചേ തീരൂ. ലൈംഗിക ബന്ധം പാപമോ തെറ്റോ അല്ല, അത് പ്രകൃതിയുടെ നിയമമാണ്. ലൈംഗിക വികാരം പ്രകൃതിദത്തമാണ്. ഏതൊരു സ്ത്രീക്കും പുരുഷനും അത് പൂർത്തീകരിക്കാനുള്ള അവകാശമുണ്ട്. വിവാഹം ലൈംഗിക ബന്ധത്തിനൊരു തടസ്സമാകരുത്. മനുഷ്യ സമൂഹത്തിന്റെ ആദ്യകാലങ്ങളിൽ സ്ത്രീയും പുരുഷനും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഇണകളുമായി ബന്ധപ്പെടുകയായിരുന്നു. പിന്നീടാണ് പുരോഹിത വർഗവും ദൈവങ്ങളും ആരാധനകളും വിവാഹ സമ്പ്രദായങ്ങളും ഒക്കെ ഉരുത്തിരിഞ്ഞു വന്നത്. ഞാനിത് പറയുന്നത്, ഇത് ഒരു ഭൗതികവാദ പ്രചാരണം നടത്തുമ്പോൾ 10,000-കണക്കിന് മനുഷ്യരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതത്തിന്റെ യഥാർത്ഥത്തിലുള്ള സന്ദേശങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുകയും അതോടൊപ്പം തന്നെ യഥാർത്ഥത്തിലുള്ളതല്ല മതം എന്ന് തെറ്റിദ്ധാരണയുണ്ടാക്കുകയും അങ്ങനെ ധാർമ്മികതയിൽ നിന്ന് അകറ്റുകയും ഇങ്ങനെ അധാർമികന്മാരാക്കി മാറ്റുകയാവും. അതുകൊണ്ട് യുക്തിവാദി സംഘത്തിന് മെമ്പർഷിപ്പ് ഉള്ളവരെല്ലാം മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് അധാർമികതയ്ക്ക് വേണ്ടിയുള്ള സമൂഹത്തിന്റെ നിലനിൽപ്പിൽ ഭൗതികവാദത്തിന് അനൽപമായ പങ്കുണ്ട്. ഒരു രംഗത്ത് മാത്രമല്ല, എല്ലാ രംഗത്തും. ലോകത്ത് അറിയപ്പെട്ട ഭൗതികവാദിയാണ് നീഷെ, അല്ലെ? ഫർഡിക് നീഷെ ആന്റി ക്രൈസ്റ്റ് എന്നാണ് പുസ്തകം എഴുതിയ നീഷെ. ഭൗതികവാദികൾക്ക് പ്രിയങ്കരനാണ്. അദ്ദേഹമായിരുന്നു യൂജനിക്സിന്റെ ലോകത്ത് അറിയപ്പെട്ട വക്താവ്. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? ബ്ലൂ ഐഡ് സൂപ്പർമാൻ എന്നാണ്. യൂറോപ്യന്മാരെ പറ്റി ബാക്കിയുള്ളവരെല്ലാം നശിക്കണം, പ്രകൃതി സ്വാഭാവികമായിട്ട് നശിച്ചോളും. ഏത് ഭൗതികവാദത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരാശയത്തിന് സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന സ്വാധീനത്തെ നമുക്കറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, കൃത്യമായ ദൈവികമായ മാർഗനിർദ്ദേശ പ്രകാരമല്ല ജീവിതമെങ്കിൽ തീർച്ചയായും പടച്ച തമ്പുരാനിൽ നിന്ന് പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. അത് ദൈവനിഷേധത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ നരകപ്രവേശമായിരിക്കും.
നമുക്ക് ചിന്തിക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കുവാൻ എല്ലാമുള്ള അവസരം പടച്ച തമ്പുരാൻ ഈ ഭൂമിയിൽ വെച്ച് തന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കാതെ, അത് ഇതാക്കാതെ എന്തെങ്കിലും മതത്തിനെതിരെ എവിടെയെങ്കിലും ആയുധം കിട്ടുമെന്ന് നോക്കി നടന്നാൽ തീർച്ചയായും മരണം എന്നുള്ളതൊരു വസ്തുതയാണ്. മരണാനന്തര ജീവിതം എന്നുള്ളത് പച്ചയായ ഒരു സത്യമാണ്. ആ പച്ചയായ സത്യത്തിൽ ഞാനും നിങ്ങളും ഹാജരാക്കപ്പെടും. മാഷോട് തന്നെയാണ് ഞാൻ പറയുന്നത്, അതോടൊപ്പം തന്നെ മാഷയുടെ അനുയായികളായ എൻ്റെ സദസ്സിലുള്ളവരോടും ഹാജരാക്കപ്പെടും. ഇതാ ഈ വേദി അതേപോലെ സാക്ഷിയായി നിൽക്കുന്നു. ഈ സന്ദേശം ഒരു ചിന്തക്കെങ്കിലും ചിന്തയുടെ ഒരു ചെറിയ സ്ഫുലിംഗത്തിനെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അവസരം ഉണ്ടാക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതിനു വേണ്ടി തന്നെയാണ് നമ്മൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളതും എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം. എൻ്റെ പേര് റഷീദ് പെരിന്തൽമണ്ണ. എനിക്ക് ചോദിക്കാനുള്ളത് മിസ്റ്റർ കലാനാഥൻ മാസ്റ്ററോട്, ഈ നിമിഷം വരെയും ബിഗ് ബാങ് തിയറി ഒരു ശാസ്ത്ര സത്യമായി, സിദ്ധാന്തമായി അംഗീകരിക്കുന്ന താങ്കൾക്ക് ബിഗ് ബാങ് തിയറിയെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാവിസ്ഫോടനം ഉണ്ടാകുന്നത് ഫിസിക്സിൻ്റെ, ഭൗതികശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ ഒരു വസ്തു അതിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഒന്നുകിൽ ഫിഷൻ അല്ലെങ്കിൽ ഫ്യൂഷൻ, സംയോജനമോ വിഘടനമോ സംഭവിക്കണം. എന്നാൽ ഈ പ്രപഞ്ചം നിശ്ചലമായിരിക്കെ ഒരു മഹാവിസ്ഫോടനം സംഭവിക്കണമെങ്കിൽ ആ അഡീഷണലായിട്ട് പ്രവർത്തിച്ച ശക്തി, ആ കലക്ക് പിന്നിൽ പ്രവർത്തിച്ച നാഥൻ ആരാണെന്ന് മിസ്റ്റർ കലാനാഥൻ വ്യക്തമാക്കണം. ഈ ബിഗ് ബാങ് തിയറി സത്യസന്ധമായ ഒരു പ്രസ്താവനയായി ഞാൻ അംഗീകരിച്ചിട്ടില്ല. അതൊരു ഹിപ്പോത്തസിസ് ആണെന്ന് 3 തവണ ഈ പരാമർശങ്ങളിലൂടെ വന്നതാണ്. അതപ്പടി അംഗീകരിക്കുന്നു എന്ന അർത്ഥത്തിൽ എൻ്റെ മേലെ തന്നെ അടിച്ചേൽപ്പിച്ചത് ഒരു ശരിയായ നിലപാടല്ല. ഒന്ന്. രണ്ടാമത്, ബിഗ് ബാങ് തിയറിയുടെ ഫലമായി ഊർജം അല്ലെങ്കിൽ വിസ്ഫോടനം സംഭവിക്കുന്നതിന് സംയോജനമോ അല്ലെങ്കിൽ വിഘടനമോ സംഭവിക്കണമെന്നത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബിഗ് ബാങ് തിയറിയിൽ സ്ഫോടനത്തിൻ്റെ വിശദാംശങ്ങൾ ഇതുവരെ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിലെ എങ്ങനെയാണ് സംയോജനം, എങ്ങനെയാണ് വിഘടനം എന്നതിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ ഉരുത്തിരിഞ്ഞു വരാതെ അതിന് ഉത്തരം പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ബിഗ് ബാങ് തിയറി തന്നെ ഇപ്പോഴും ഒരു ഹിപ്പോത്തറ്റിക്കൽ ലെവലിൽ നിൽക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ളൊരു സംയോജനമോ വിഘടനമോ ഇല്ലാതെ ഇത്തരം ഒരു പ്രതിഭാസം ഉണ്ടാകാൻ കഴിയില്ല. അതിസൂക്ഷ്മമായ ഒരു പിണ്ഡം, അതീവ സമ്മർദ്ദാവസ്ഥയിലുള്ള ഒരു പിണ്ഡമാണ് വിസ്ഫോടനത്തിന് വിധേയമാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതീവ സമ്മർദ്ദാവസ്ഥയിൽ തള്ള ഒരു പിണ്ഡത്തിന് തന്നെ വീണ്ടും വികസിക്കാനുള്ള പ്രവണത ആന്തരികമായ എതിർ പ്രവണതയുടെ ഫലമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത്തരം വിശദാംശങ്ങൾ വരാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അഭ്യൂഹങ്ങളെ അവലംബമാക്കി ഒരു തീരുമാനം പറയുന്നില്ല എന്ന് മാത്രം. പക്ഷെ എന്തായാലും ബിഗ് ബാങ് തിയറി പ്രകാരമാണ് പ്രപഞ്ചം ഉണ്ടായി എന്നതിന് കരുതി ആരംഭം അവിടെയാണെങ്കിൽ പോലും ശൂന്യതയിൽ നിന്ന് പദാർത്ഥമുണ്ടാകുന്നു എന്ന വസ്തുതയെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ തന്നെ ശൂന്യതയിൽ നിന്ന് വസ്തുക്കൾ ഉണ്ടാകുന്നത് ഭൗതിക പ്രക്രിയയ്ക്ക് വിധേയമായിട്ടാണ്. ആത്മീയ പ്രക്രിയയുടെ ഇടപെടൽ അതിലുണ്ടാകുമെന്ന് അംഗീകരിക്കാനോ വിശ്വസിക്കാനോ ഇതുവരെയുള്ള മറ്റ് പ്രകൃതി പ്രതിഭാസങ്ങളിൽ നിന്ന് സാധിക്കുന്നില്ല. അപ്പോൾ ശൂന്യതയിൽ ഒരു പ്രക്രിയ നടക്കുകയാണെങ്കിൽ പോലും അത് ആത്മീയമായ ഒരു ഇടപെടലിൻ്റെ ഭാഗമായി എന്നതിന് ഒരു തെളിവും ഇതുവരെ വേറെ പ്രതിഭാസങ്ങളില്ലാത്തടത്തോളം കാലം. ഉദാഹരണത്തിന് അറ്റോമിക് എനർജി, അതിൻ്റെ വിസ്ഫോടനങ്ങളും സംഘടനകളൊക്കെ നമ്മൾ പലതും കണ്ടു. ഒന്നും ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ഫലമായിട്ടല്ല, ഒക്കെ ഭൗതികമായ ഇടപെടലിൻ്റെ വൈരുദ്ധ്യാത്മകമായ സംഘർഷങ്ങളുടെ ഫലമായിട്ടാണ് ആ പ്രക്രിയകൾ നടന്നതെങ്കിൽ പിന്നെ ബിഗ് ബാങ് തിയറിയിൽ മാത്രം അതിനെതിരായ ഒരു കാര്യം നടക്കുമെന്ന് അഭ്യൂഹിക്കുന്നത് യുക്തിപരമല്ലാത്തത് കൊണ്ടാണ് ആ നിലപാട് പെട്ടെന്ന് സ്വീകരിക്കാൻ കഴിയാത്തത്. ഇതിലെ ചോദ്യത്തിലെ പ്രധാനപ്പെട്ട ഭാഗം ഒരു ഇടപെടൽ അനിവാര്യമല്ലെന്ന്. ആ ഇടപെടൽ അനിവാര്യമല്ലേ എന്നുള്ള ചോദ്യത്തിന് പ്രകൃതിപരമാണ് ഇടപെടൽ എന്നാണ് മാസ്റ്ററുടെ മറുപടി. തീർച്ചയായും ആറ്റോമിക് ഫ്യൂഷനിലും മനുഷ്യന്റെ ഇടപെടലുണ്ട്. മനുഷ്യൻ എന്ന ഒരു എക്സ്റ്റേണൽ ഏജന്റിന്റെ ഇടപെടൽ ഉള്ളത് കൊണ്ടാണ് അവിടെ ആറ്റോമിക് ഫ്യൂഷനോ നടക്കുന്നത്. അതിന് തലമുറകളുടെ ഗവേഷണത്തിന്റെ പാരമ്പര്യമുണ്ട്. അതേസമയം പ്രപഞ്ചം അതേപോലെ ഒന്നുമല്ല, വളരെ ആകസ്മികമായി ഉണ്ടായി. ഈ ആകസ്മികതയാണ് ഏറ്റവും ബേസിക്കായിട്ട് അടിസ്ഥാനപരമായ പ്രശ്നം. ആകസ്മികതയ്ക്ക് വല്ല തെളിവുണ്ടോ? ആകസ്മികതയ്ക്ക് ഞാനിവിടെ പറഞ്ഞു, ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന സകല സിസ്റ്റംസും ഒരേപോലെ അതിന് പിന്നിലുള്ള ഒരു മഹാചൈതന്യത്തെ, ഒരു ബുദ്ധിയെ, ഒരു എഞ്ചിനീയറിങ്ങിനെ കൃത്യമായി വ്യക്തമാക്കുന്നു എന്നുള്ള വസ്തുത. ഓരോ സംഗതികളും
പക്ഷെ ആ എഞ്ചിനീയറിങ്ങിനെ നമുക്ക് നിഷേധിക്കാം, അതേപോലെ തന്നെ സ്വീകരിക്കാം, അത് നമ്മുടെ സൗകര്യമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പ്രകൃതിയിൽ ഓരോ പ്രതിഭാസവും ആ എഞ്ചിനീയറിങ്ങിനെ അംഗീകരിക്കുന്നു എന്നുള്ളൊരു സത്യമാണ്. അതിന് ഭൗതികമായ വിശദീകരണങ്ങൾ നൽകാൻ കഴിയുന്നുണ്ട്, നൽകാൻ കഴിയാത്തതുണ്ട്. പക്ഷെ ഭൗതികമായ വിശദീകരണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയാണ് ആ വിശദീകരണങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിന് പിന്നിൽ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല എന്ന് വരാം. ഇപ്പൊ മില്ലറുടെ എക്സ്പെരിമെന്റ് പ്രകാരം അമിനോ ആസിഡ് ഉണ്ടായി എന്ന് വിചാരിക്കുക. മറ്റൊരു വശമാണ്, ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, എത്രത്തോളം ആ എക്സ്പെരിമെന്റ് ജൈവോൽപത്തിയെ വിശദീകരിക്കുന്നു എന്നുള്ളത്. എന്നാൽ തന്നെ എത്രയോ തലമുറകളായിട്ടുള്ള അറിവിനെ സ്വാംശീകരിച്ചുകൊണ്ടാണ് മില്ലർ എന്ന മനുഷ്യൻ, സ്റ്റാൻലി മില്ലർ, അദ്ദേഹത്തിന്റെ ലാബറട്ടറിയിൽ ഈ അമിനോ ആസിഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സൂക്ഷ്മമായ അറിവ്, തലമുറകളായി ആളുകൾ നൽകിയ അറിവ്, ഇതെല്ലാം തന്നെ സ്വാംശീകരിച്ചിട്ടാണ്. ഈ അമിനോ ആസിഡ് ഇതേപോലെ ഭൂമിയിൽ യാദൃച്ഛികമായി ഉണ്ടായി എന്നതിന് എങ്ങനെയാണ് ഇത് തെളിവാവുക? തീർച്ചയായും തെളിവല്ല. കാരണം ഇയാളുടെ പ്രവർത്തനം തലമുറകളായിട്ടുള്ള അറിവും സ്വാംശീകരിച്ചുകൊണ്ടാണ് ഇത് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രകൃതിയിൽ ഒരു സാധനം ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരിക്കലും തന്നെ സട്ടാവ് ഇല്ല എന്നുള്ളതിന് തെളിവല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ചോദ്യത്തിന്റെ ആ കാതൽ നമ്മളെ വിട്ടുപോളയരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാത്ത കാര്യങ്ങളിൽ കണിശമായ നിലപാടുകൾ എടുക്കുന്നത് ശാസ്ത്രീയമായ ഒരു നിലപാടിൻ്റെ ഭാഗമല്ല. ഈ അടുത്ത കാലം വരെ സ്റ്റീഫൻ ഹോക്കിങ്സ് പ്രപഞ്ചത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിൽ ഈ ബ്ലാക്ക് ഹോൾസിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചിരുന്നു. ബ്ലാക്ക് ഹോൾസിലേക്ക് അതിൻ്റെ അമിതമായ സാന്ദ്രത മൂലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലം പ്രകാശം പോലും അങ്ങോട്ട് ചെന്നാൽ തിരിച്ചു പോരില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥത്തിലൂടെ അവതരിപ്പിച്ച അടിസ്ഥാന പ്രമാണം. പക്ഷേ 2 ആഴ്ച മുമ്പ് അദ്ദേഹം ആ സിദ്ധാന്തം പിൻവലിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഹോളിനെ കുറിച്ചുള്ള പഠനത്തിൽ പുതിയ നിഗമനങ്ങൾ രൂപാന്തരപ്പെട്ടു വരികയാണ്, പഴയ നിഗമനങ്ങൾ സ്വീകരിക്കുകയല്ല. ഈ ബ്ലാക്ക് ഹോളിൻ്റെ പഠനവും പ്രപഞ്ചോൽപത്തി സിദ്ധാന്തങ്ങളും തമ്മിൽ ഗൗരവമേറിയ ബന്ധമുണ്ട്. സ്വാഭാവികമായും ഈ പറഞ്ഞ ബിഗ് ബാങ് തിയറി എത്രമാത്രം നിലനിൽക്കും, അത് എത്രമാത്രം ശരിയാണ്, അല്ല മറ്റേ സ്റ്റഡി സ്റ്റേറ്റ് തിയറിയാണോ സ്വാധീനിക്കപ്പെടുക എന്ന കാര്യത്തിൽ ഗൗരവമേറിയ ചില പരിവർത്തനങ്ങൾ വരുന്നു എന്നതിൻ്റെ സൂചനകൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. ആ നിലയ്ക്ക് ഈ അറിയാത്ത കാര്യങ്ങളിൽ ആകസ്മികതയ്ക്ക് മുഴുവൻ പിന്നിൽ ഒരു ഈശ്വരൻ്റെ ഇടപെടലുണ്ട് എന്ന വാദത്തെ നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ആകസ്മികത നമുക്കറിയില്ലായ്മയുടെ ഭാഗമായിട്ടാണ് ആകസ്മികത എന്ന് നമുക്ക് തോന്നുന്നത്. അറിയുന്നതിൻ്റെ ഫലമായി ആകസ്മികത ഇല്ലാതായി മാറും. അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരും. ഒരുപാട് പ്രകൃതി പ്രതിഭാസങ്ങളിൽ മുമ്പ് ഈശ്വരൻ്റെ ഇടപെടൽ നേരിട്ടുണ്ടായിരുന്നു. ഓരോ പ്രതിഭാസം പഠിച്ചപ്പോഴും ഈശ്വരൻ്റെ ഇടപെടൽ അതിൽ നിന്ന് മങ്ങി മങ്ങി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ മഞ്ഞുള്ളിടത്ത് സൂര്യപ്രകാശം വരുമ്പോഴാണ് അജ്ഞത, വെളിച്ചത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ ഫലമായി അജ്ഞത ഇങ്ങനെ ഇല്ലാതായി പോകുന്നത്. അത് ശാസ്ത്രത്തിലെ ദർശനങ്ങൾക്ക് ബാധകമാണ്. എന്തായാലും ശാസ്ത്രം ഒരു കാര്യത്തിലും ആത്യന്തിക സിദ്ധാന്തം അവതരിപ്പിക്കുന്ന ഒരു നിലപാടില്ലാത്തത് കൊണ്ട് ഈ കാര്യത്തിലുള്ള ആകസ്മികത തന്നെയാണോ അതിൽ ദൈവത്തിന് ഇടപെടലുണ്ടോ എന്ന് വ്യക്തമാക്കാൻ കഴിയില്ല. വ്യക്തമാവാത്തൊരു കാര്യത്തിൽ ഈ ഒരു ശാസ്ത്ര ചിന്തകന്മാർക്ക് ഉത്തരം പറയാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇടപെടലാണെന്ന വാദത്തെ എനിക്ക് ഇപ്പോൾ സ്വീകരിക്കാൻ പറ്റില്ല. അടുത്ത ചോദ്യം. ഇല്ല, 9 മണിക്ക്. എൻ്റെ പേര് ശ്രീനിവാസൻ, വള്ളിക്കുന്ന് പഞ്ചായത്ത് കൊടക്കാട്. ചോദിക്കാനുള്ളത് അക്ബർ സാറിനോടാണ്. കലാനാഥൻ മാഷ് പറഞ്ഞ പോലെ വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിക്കുന്ന ചില സൂക്തങ്ങളിൽ പറഞ്ഞതിന് വൈരുദ്ധ്യമായിട്ടുള്ള അത് വേറെയും വിശുദ്ധ ഖുർആനിൽ കാണുന്നുണ്ട്. അതായത് 112-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള സൂക്തം പറയുകയാണെങ്കിൽ കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം ലൈദ് യലം യൂലദ് യലം യകുൻ ലഹു കുഫുവൻ അഹദ് എന്ന് പറഞ്ഞു. കുൽഹു അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാവുന്നുവെന്ന്, അല്ലാഹു സമത്ത് ഏകനാവുന്നുവെന്ന്, ലം യലിദ് വലം യൂലദ് അവൻ ആരെയും ആശ്രയിക്കുന്നില്ല, അവന് ആരുടെയും ആശ്രയം വേണ്ടതാനും. ലം യലിദ് വലം യൂലദ് യലം യകുൻ ലഹു കുഫുവൻ അഹദ്, അതായത് അവൻ ആരുടെയും സന്താനവുമല്ല, അവനൊട്ട് സന്താനവുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ ആശ്രയമില്ലാത്ത ആള് മലക്കുകളെ ആശ്രയിക്കുന്നു, അത് തന്നെ ഒരു വൈരുദ്ധ്യം. അതേപോലെ ജിന്നിലുള്ള വിശ്വാസം,
ഷെയ്ത്താനിലുള്ള വിശ്വാസം, ഇതെല്ലാം ആണോ ശരിക്ക് ഇസ്ലാമിക സംസ്കൃതി? ജിന്ന്, ഷെയ്ത്താൻ ഇങ്ങനെയുള്ള അന്ധവിശ്വാസം വളർത്തുകയാണോ? ഇസ്ലാമിക സംസ്കൃതി എന്ന് പറഞ്ഞാൽ ഫുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി വ ഇഖാമു സ്വലാത്തി വ ഈതാഉ സക്കാത്തി വ സൗമു റമളാൻ വാജുൽ ഫൈത്ത് മനസ്താഹ ഇലൈഹി സഫീല. ഇങ്ങനെ അഞ്ച് കർമ്മസ്തംഭങ്ങളിലാണ് ഇസ്ലാം നിലകൊള്ളുന്നത്. അതല്ല ശരിയായിട്ടുള്ളത്. അതിലപ്പുറത്തേക്ക് ഈ മറ്റുള്ള വിശ്വാസങ്ങളെ പിടിക്കുന്നത് തെറ്റല്ലേ? അതേപോലെ ഈ കാണുന്നത് ഖുറാനിൽ വൈരുദ്ധ്യമായിട്ട് ഒന്ന് പറഞ്ഞ, അതായത് ഇതില്ല, വേറെ ആരെയും ആശ്രയിക്കേണ്ട എന്ന് പറയുമ്പോൾ മലക്കുകളെ ആശ്രയിക്കുന്നു, അതേപോലെ പിശാചിനെ അതായിക്കുന്നു. അത് എന്തുകൊണ്ട് വരാൻ കാരണം? അതിനെ പറ്റിയുള്ള വിശദീകരണം.